എല്ലാവർക്കും നമസ്കാരം. ആഹ് ഞങ്ങളുടെ ഗ്രേറ്റ് ഈഗിൾ ടെക് കുറെ കാലമായി ആലോചിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ മാർക്കർ പ്രൊഫൈലിനെ കുറിച്ചുള്ള ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ഈ ഒരു എഡ്യൂക്കേഷനുള്ള വീഡിയോസ് ഇറക്കണമെന്നും അതുകൂടാതെ മാർക്കർ പ്രൊഫൈലിനെ കുറിച്ചുള്ള ആഫ്റ്റർ മാർക്കറ്റ് റിപ്പോർട്ട് എല്ലാ ദിവസവും വൈകിട്ട് കൊടുക്കണമെന്നും കുറെ നാളുകളായി നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വരികയായിരുന്നു. കുറച്ച് സമയത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് തുടങ്ങാൻ സാധിച്ചില്ലായിരുന്നു. സോ ഈ ഇന്നലെ മുതൽ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങുകയും ഇന്ന് അതിന്റെ ചാനൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയുണ്ടായി. സോ എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞങ്ങൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഞങ്ങളുടെ ഈ ചാനൽ കൊണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ കൊണ്ടുള്ള വീഡിയോസ് മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് തരികയുള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് ആഫ്റ്റർ മാർക്കറ്റ് റിപ്പോർട്ട് തരുന്നതാണ്. മാർക്കറ്റിന്റെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ള അനാലിസിസുകളും പിറ്റേ ദിവസത്തേക്കുള്ള എന്തൊക്കെയാണ് മൂവ്മെന്റ് ഇതൊക്കെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങളുടെ ചാനലിൽ കൂടെ ലഭ്യമാവുന്നതാണ്. അതുകൂടാതെ മാർക്കറ്റ് പ്രൊഫൈൽ കൊണ്ടുള്ള എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നും അതുകൂടാതെ മാർക്കറ്റ് പ്രൊഫൈൽ അഡ്വാൻസ് വേർഷൻ ആയ ഓർഡർ ഫ്ലോയും ഇവയെ കുറിച്ചുള്ള ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ക്ലാസ് വീഡിയോസ് ഞങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളൊരു ട്രേഡർ ആണോ, നിങ്ങളൊരു എഫ് ട്രേഡറോ ആണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് എന്തുവാണ് നല്ല ട്രേഡ് സക്സസ് ആക്കി പൈസ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലായിടത്തും കേട്ടോ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ചാനൽ, മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരെ നിങ്ങൾക്കിടയിൽ ഈ മാർക്കറ്റിനെ കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ഒരു ഡെഡിക്കേറ്റഡ് ആയ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടെക്നിക്കൽ അനാലിസിസ് ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂളാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ 1900 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വരികയും ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക് എന്ന മെത്തേഡിൽ അത് അറിയപ്പെടുകയും ചെയ്തു. സോ ലോകത്ത് ഉള്ള എല്ലാ ട്രേഡേഴ്സിലും സ്റ്റിൽ ഇപ്പോഴും 50% more ആൾക്കാരും ഈ ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ചാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അതിൽ കുറെ അഡ്വാൻസ് ആയ മെത്തേഡ്സ് അവരുടെ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരിൽ 90% പേരും ഈ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ പല രീതിയിലുള്ള ടെക്നിക്കൽ അപ്പൊ നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാൻഡിൽസിന്റെ ഒരു അനാലിസിസ് നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല. പകരം കുറച്ചും കൂടെ അഡ്വാൻസ് ആയ രീതിയിൽ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി അവർക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നതാണ്. സോ ഒന്നുകൂടി എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ചാനലിലേക്ക് സ്വാഗതം. സോ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ, മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞത് 1959 പീറ്റർ സ്റ്റെല്ലിമേർ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഈ ടെക്നിക്കൽ അനാലിസിസിൽ അദ്ദേഹം ഒരു ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിൽ ചെയ്യുന്ന ഒരു കമ്പോഡിറ്റി ട്രേഡർ ആയിരുന്നു. അദ്ദേഹം കുറേതായ പ്രശ്നങ്ങൾ അദ്ദേഹം ട്രേഡിംഗിൽ അയാൾക്ക് ഫീൽ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതുകൊണ്ട് അയാൾക്ക് എന്ത് പറ്റി, ലോസ് ഉണ്ടായി, പ്രോഫിറ്റ് ഉണ്ടായി. സോ അദ്ദേഹം വിചാരിച്ചെന്ന് വെച്ചാൽ എന്റെ ട്രേഡ് ഒന്നും സക്സസ് ആയി പോകുന്നില്ല, എനിക്ക് കുറച്ചും കൂടെ ഒരു നൂതനമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയി എന്നാൽ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യുന്ന രീതിയിൽ ഒരു മെത്തേഡ് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വർഷങ്ങളോളം പല രീതിയിൽ ടെക്നിക്കൽ ഉപയോഗിച്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ വേറൊരു പേരാണ് TPO ചാർട്ട് എന്ന് പറയും, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി ചാർട്ട്. ഇതിന്റെ മാർക്കറ്റ് പ്രൊഫൈലിനെ പറയുന്ന പേരാണ്. സോ കൺസെപ്റ്റ് എന്ന് അതായത് ഇതാണ്, റൈറ്റ് സൈഡിലെ വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസും ടൈമിനെ താഴെയുള്ള ആക്സസിൽ ആക്സസിൽ കൊണ്ടുവന്ന് കൊടുത്ത് അദ്ദേഹം ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്തു. ക്യാൻഡിലിന് പകരം അവിടെ ലെറ്റർ കൊണ്ട് ഡിനോമിനേറ്റ് ചെയ്യും. അത് നമ്മൾ പഠിക്കും, ലെറ്റേഴ്സിനെ കുറിച്ച് പഠിക്കും. സോ ഈ ക്യാൻഡിലിന് പകരം ലെറ്റേഴ്സ് കൊണ്ടും സമയത്തിനെയും താഴെ സമയവും റൈറ്റ് സൈഡിൽ നമ്മളെ Y ആക്സിസില് പ്രൈസും കൊണ്ടുവന്ന് അദ്ദേഹം ഈ മെത്തേഡ് കൊണ്ടുവരികയും 1985 വരെ, നിങ്ങൾ ഓർക്കണം, 1985 വരെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിനെ കുറിച്ച് അറിയാവുന്നുള്ളൂ. ആ ഒരു മെത്തേഡ് ചാർട്ടിന്റെ പല മെത്തേഡും അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ മോർഗൻ സ്റ്റാൻലിയോ അങ്ങനെയുള്ള JP മോർഗനെ പോലുള്ള വലിയ വലിയ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇതിനെ കുറിച്ച് അറിയുന്നുള്ളൂ. 85 കാലഘട്ടത്തിൽ ഡാൾട്ടൺ ബ്രദേഴ്സ് ഇതിനെ വരികയും ജിം ഡാൾട്ടൺ ഇതിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തു.
അമേരിക്കയിലെ പല ആൾക്കാരുടെ അദ്ദേഹം പല മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ ഡാൾട്ടൺ ഇതിനെ വളരെയധികം രീതിയിൽ ഇതിനെ പോപ്പുലറൈസ് ആക്കി മാറ്റി 85 കാലഘട്ടങ്ങളിൽ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഏകദേശം 2008 കാലഘട്ടങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു സംസാരം ഉണ്ടാവുകയും 2010-ലും 2011-ലൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണുന്നത്. ഇപ്പോഴും നിങ്ങൾ ഓർത്തോണം, only 1% ഓഫ് ദ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ, 1% ആൾക്കാർ മാത്രമേ നമ്മൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതും സക്സസ് ആയി യൂസ് ചെയ്യാൻ വളരെയധികം ടൈം എടുക്കുന്നു. പക്ഷെ പഠിച്ചെടുക്കാനുള്ള ഒരു പാടുള്ളത് മാത്രമാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇതിനെ കാണുമ്പോൾ ഒന്ന് എന്തുവാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബാഡ് ട്രേഡ്സിന്റെ വളരെയധികം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ട്രെൻഡ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ രണ്ട് പാരാമീറ്റർ ഈ മാർക്കറ്റ് പ്രൊഫൈൽ കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. അത് പറയുന്നുള്ളൂ, പഠിപ്പിക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഫിസിക്സ് പഠിച്ച് നമ്മൾ പരീക്ഷ മാർക്കറ്റ് ഒന്നുമല്ല. ഈ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്ന്, വാട്ട് മാർക്കറ്റ് ഈസ് ഡൂയിങ്, മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്, റേഞ്ച് ആണോ, ട്രെൻഡ് ആണോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടോ, സ്റ്റോപ്പ് ലോസ് ആകുന്നുണ്ടോ, മൂവ്മെന്റ് ഇല്ല, ഇതെല്ലാം വാട്ട് മാർക്കറ്റ് ഈസ് ഡൂയിങ് ആൻസർ കിട്ടും. ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഓർ ബാഡ് ജോബ്, അതായത് ഗുഡ് ജോബ് ഓർ ബാഡ് ജോബ്. ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, ബാഡ് ജോബ് എന്നാൽ ലോസ് അടിക്കുന്നുണ്ടോ. ഈ ഉള്ള രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ഈ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ചാർട്ട് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഓർത്തോണം, മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ഇതാണ് മീഡിയം ഓഫ് ലിസണിങ് ടു ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിനെ അറിയാനും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കണം എന്ന് നോക്കാനും കാൻഡിൽസ്റ്റിക് ഉപയോഗിക്കുന്നത് പോലെ ചില ആൾക്കാർ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യും. സോ ഇത് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബെൽ കർവിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ബെൽ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തോണം, ഒരു സ്റ്റാറ്റിക്സ് പഠിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ബെൽ കർവ്. അപ്പൊ ഇതൊന്നും വേറെ നിങ്ങൾ ഓർത്താൽ മതി, എക്കണോമിക്കിന്റെ അല്ല, അതായത് നമ്മുടെ സാമ്പത്തിക അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന, നമ്മൾ നിപ്പ പറഞ്ഞ സമയത്ത് നിപ്പയിൽ അവിടെ ഭാഗത്ത് കുറെ ഈ അവർ ബെൽ കർവ് ഒക്കെ ചെയ്ത് അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഏത് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അസുഖം ബാധിച്ചു, അസുഖം ബാധിച്ചതിൽ എത്ര പേര് ആ സ്ഥലങ്ങളിൽ മരിച്ചു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്, ഒരു ബെൽക്കർ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ വഴി നമ്മൾ അതിനെ അലൈൻ ചെയ്യും. സോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ വഴി അധികം മാർക്കറ്റിനെ അലൈൻ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു ടൂളാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. സോ ബെൽക്കർ കർവ് നിങ്ങൾ പഠിക്കേണ്ടത്. ബെൽക്കർവ് നമ്മൾ കാണുമ്പോൾ ഓർത്തോണം, നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ബെൽ എന്ന് പറയും, ബാലൻസ് എന്ന് പറയും. ബെല്ലിന് വേറൊരു പേര് പറയും നമ്മൾ എന്താണ്, ബാലൻസ്. മാർക്കറ്റ് പ്രൊഫൈൽ രണ്ടു തരം കാര്യങ്ങൾ പറയും, ബാലൻസ് ടു ഇംബാലൻസ്. അതായത് ബാലൻസിൽ നിന്ന് മാർക്കറ്റ് ഇംബാലൻസ്. ഇംബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ വരിക, അല്ലെങ്കിൽ ഇംബാലൻസ് ടു ബാലൻസ്, അതായത് ബ്രേക്ക് ഔട്ടോ വന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു റേഞ്ച് കാണിക്കും. സോ മാർക്കറ്റ് പ്രൊഫൈൽ രണ്ടു തരം ട്രേഡിംഗ് സിസ്റ്റം കാണും, ബാലൻസ് ട്രേഡിംഗ് സിസ്റ്റവും നമുക്ക് കിട്ടും, ഇംബാലൻസ് ട്രേഡിംഗ് സിസ്റ്റം കിട്ടും. ഈ രണ്ട് കാര്യങ്ങളും മാർക്കറ്റ് പ്രൊഫൈലിലെ ബെൽ കർവ് വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ഓർത്തോണം, പണ്ടത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും വേണ്ട, നമ്മൾ പണ്ട് ഈ ഇലക്ട്രോണിക് NSE BSE ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ എക്സ്ചേഞ്ച്, കോച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓർത്തോണം, BSE തന്നെ നമ്മൾ പണ്ട് പോയി കഴിഞ്ഞാൽ BSE മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അകത്ത് പോകുമ്പോൾ നമ്മൾ ഈ എന്തുവാണ്, നിങ്ങൾ സ്കാം സിനിമ കണ്ടില്ലേ, സ്കാം, ആ ഒരു വെബ് സീരീസ് ഉണ്ടല്ലോ, അതിൽ കാണുന്ന പോലെ നമ്മൾ അവിടെ പോയി വിളിക്കുക. എന്താ അവിടെ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു എംപ്ലോയി അവിടെ കാണും. അയാൾ പറയും, റിലയൻസ് 1000 രൂപയ്ക്ക് 100 രൂപയ്ക്ക് റിലയൻസ് 1000 എണ്ണം വിൽക്കാനുണ്ട്, ആര് വാങ്ങാനുണ്ട് ഇങ്ങനെ പറയും. നമ്മൾ വാങ്ങാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി മേടിക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഇതൊരു എക്സ്ചേഞ്ച് ആണ്. ഇത് നമ്മൾ അതിന് പറഞ്ഞ ഓപ്ഷൻ മാർക്കറ്റ്. മാർക്കറ്റ് പ്രൊഫൈൽ ഒരു ഓപ്ഷൻ മാർക്കറ്റ് ആണ്. ഓപ്ഷൻ സംഭവിക്കുന്നു, ബയറും സെല്ലറും തമ്മിൽ ഒരു ഓപ്ഷൻ സംഭവിക്കുന്നു. ആ ഓപ്ഷനിടയിൽ പ്രൈസ് മാച്ച് ആകുമ്പോൾ ട്രേഡ് നടക്കുന്നു. മനസ്സിലായോ? ബയർ ഒരു പ്ലേസ് സ്ഥലത്ത് വരുന്നു, ഓപ്ഷൻ ചെയ്യുന്നു, ലേലം വിളിക്കുന്നു, വില പറയുന്നു. ഇപ്പൊ സെല്ലർ വരുന്നു, എന്റെ ഷെയർ, എന്റെ ഇത്ര 10 കിലോ ചാക്ക് ഗോതമ്പ് ഞാൻ കൊടുക്കാറുണ്ട് 100 രൂപയ്ക്ക് 1 കിലോയ്ക്ക്. സോ അവിടെ ബയർ പറയാം 100 രൂപയ്ക്ക് മാച്ച ലാഭം ഉണ്ടാവുമോ, ഇല്ല 95 പറയും. അവസാനം പറയാം വേറെ ആരും വിൽക്കായില്ല, 100 രൂപയ്ക്ക് മേടിക്കാം, കച്ചവടം ഉണ്ട്. സോ അതേ 100 രൂപയ്ക്ക് മേടിക്കുക. ഈ പ്രൈസ് മെക്കാനിസം മാച്ച് ആവുകയും അവിടെ ഓർഡർ നടക്കുന്നു. സോ ഓപ്ഷൻ മാർക്കറ്റ് ആണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കാൾഡ് ഓപ്ഷൻ. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കുന്ന ആൾക്കാരെ ഓപ്ഷൻ എന്നേ പറയാറുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ട്രേഡ്, ഓപ്ഷൻ ഈസ് കല്ല മാർക്കറ്റ് ട്രേഡിംഗ്. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ആദ്യം ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മള് TPO ചാർട്ട്, ടൈം, പ്രൈസ്, ഓപ്പർച്യൂണിറ്റി. ടൈമും പ്രൈസും ചേർന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും. ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് സക്സസ് ആവും, ഫെയിലിയറോ ആവാം. സോ ഓർത്തണം, പ്രൈസ് അഡ്വർടൈസ് ദ ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മൾ റിലയൻസ് 100 രൂപയ്ക്ക് വിൽക്കാറുണ്ട്. കൊറോണ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, റിലയൻസ് ഇറങ്ങി ഏകദേശം 700, 800, 900 ഒക്കെ ആയി. സോ മൗത്ത് വാട്ടറിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ്, വായിൽ കപ്പൽ ഓടുന്ന രീതിയിലുള്ള പ്രൈസ് ആണ്. അയ്യോ നല്ല പ്രൈസ്. അല്ലെങ്കിൽ നമ്മൾ പറയോ ITC 150 രൂപ, അയ്യോ നല്ല പ്രൈസ് ആണ് ITC, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി 100 രൂപയ്ക്ക് 150 രൂപ കിട്ടുന്നു. നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് പ്രൈസ് ആണ് അവിടെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. പ്രൈസ് 150 രൂപ ITC, 100 രൂപ റിലയൻസ്,
ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രൈസ് നമുക്ക് അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് നൽകും. ടൈമാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത്. വൈകിട്ട് 3:30 ശേഷം റിലയൻസിൽ ഒരു ന്യൂസ് വന്നു, റിലയൻസ് ഗൂഗിളുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്യാൻ പോണ്, ഗൂഗിൾ റിലയൻസിൽ ഒരു സ്റ്റേക്ക് എടുക്കാൻ പോണെന്ന് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നിങ്ങൾ പറയണം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമോ? കിട്ടില്ല. കാരണം 3:30 ശേഷം മാർക്കറ്റ് ക്ലോസ് ആയി പോയല്ലോ, നമുക്ക് എന്ത് പ്രയോജനം കിട്ടും? നമുക്ക് ഒരു പ്രയോജനം നമ്മൾ കിട്ടില്ല. സോ നമുക്ക് ഈ ടൈം എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ പ്രൈസിനെ റെഗുലേറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ്. സോ ഈ പ്രൈസിനെ സമയത്തിനെ വെച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട് വന്നത്. പക്ഷെ അതില് ഇപ്പൊ ഒരു ആഡ് ഓൺ ഫിഗർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഒരു ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെ വോളിയം എന്നൊരു പാരാമീറ്റർ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. കാരണം വോളിയമാണ് സക്സസ് ഓഫ് ഫെയിലിയറോ ഒരു ഓപ്ഷൻ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ പറഞ്ഞ സമയത്ത് അത് സക്സസ് ആണ്, അത് നല്ല വൃത്തിയ പ്രോഫിറ്റ് കിട്ടിയോ. സക്സസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് സക്സസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും, ഫെയിലിയർ എന്നാൽ ലോസും. ലോസ് ഓഫ് പ്രോഫിറ്റോ നമുക്ക് കിട്ടി എന്ന് പറയുന്നതിനർത്ഥം അവിടെ ഒരു വോളിയത്തിന്റെ ഫാക്ടർ വരണം. നല്ല വോളിയം ഒന്ന് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇറങ്ങും. വോളിയം ഇല്ലാതെ നമ്മൾ മാർക്കറ്റ് കയറി ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും, പ്രോഫിറ്റ് കിട്ടില്ല. നമ്മൾ എപ്പോഴും ഒരു വാക്ക് കണ്ടിട്ടുണ്ടോ, നെവർ ഷോർട്ട് ഇൻ എ ഡൾ മാർക്കറ്റ്. അതായത് റേഞ്ച് ഡൾ മാർക്കറ്റ്, അതായത് മാർക്കറ്റിൽ വോളിയം ഇല്ലാത്ത മാർക്കറ്റിനെ പറഞ്ഞ ഡൾ മാർക്കറ്റ്. ഈ ഡൾ മാർക്കറ്റ് ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ പാടില്ല, അത് പല ആൾക്കാരും പറയും. മനസ്സിലായോ? തെളിഞ്ഞ വെള്ളം കണ്ടാൽ നമ്മൾ വിചാരിക്കും ആ കടൽ കൊള്ളാം, നല്ലതാണ്, സൂപ്പർ ആണെന്നിരിക്കും. പക്ഷെ പസഫിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഓർത്തോണം, അതായത് തെളിഞ്ഞ കടലാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഡേഞ്ചറസ് വളരെ കൂടുതലാണ്. സോ ഈ തെളിഞ്ഞ അതേപോലെ നമ്മൾ പറയും, അതായത് നെവർ ഷോർട്ട് ഇൻ എ ഡൾ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ ഈ വോളിയം ഇല്ലാത്തൊരു മാർക്കറ്റാണ് നമ്മൾ ഡൾ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൽ നമ്മൾ ഷോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. സോ ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ആണ് നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് തരണം. 100 രൂപയ്ക്ക് റിലയൻസ്, 150 രൂപയ്ക്ക് ITC എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊറോണ സമയത്ത് കണ്ടത് ആ ഒരു പ്രൈസ് ആണ്. സമയം എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു പ്രൈസിനെ. വൈകിട്ട് 3:30 ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എന്ത് ന്യൂസ് വന്നാലും നമുക്ക് പ്രയോജനമില്ല. കാരണം അവിടെ നമുക്ക് സമയമില്ല, ടൈം ഇല്ല അവിടെ ട്രേഡ് ചെയ്യാനുള്ള, കാരണം മാർക്കറ്റ് ക്ലോസ് ആണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടും പ്ലസ് വോളിയം എന്നൊരു ഫാക്ടർ, വോളിയം എന്നതും സക്സസ് ഓഫ് ഫെയിലിയർ ഓഫ് ഒരു ഓപ്ഷന്റെ സക്സസും ഫെയിലിയറും ക്രിയേറ്റ് ചെയ്യുന്നത് വോളിയമാണ്. കാരണം നമ്മൾ സക്സസ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് കിട്ടിയോ ഫെയിലിയർ എന്ന ലോസ് ഉണ്ടാക്കിയെന്നൊക്കെ നിശ്ചയിക്കുന്നത് നമുക്ക് കിട്ടിയ വോളിയത്തിന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ കിട്ടുന്ന റിസ്ക് മാനേജ്മെന്റ് ആണ്. അപ്പം ഈ വോളിയം ഗീവ് സപ്പോർട്ട് ഇൻ റിസ്ക് മാനേജ്മെന്റ്. അപ്പം നമുക്കൊരു വോളിയത്തിൽ ബ്രേക്ക്ഔട്ട് കാണുകയാണ്, നല്ലൊരു വൃത്തിയെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ടാറ്റ കെമിക്കൽ ഷെയർ ഇപ്പം ഭയങ്കര വോളിയത്തിൽ കയറി പോയി, കാരണം അവിടെ വോളിയം ക്രിയേറ്റ് ആയി. അപ്പൊ ആ ഒരു ബ്രേക്ക്ഔട്ട് സക്സസ് ആയി, പലർക്കും പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അതേപോലെ കിട്ടാത്ത പല ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ സോളാർ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ മെനിങ്ങാന്ന് ബ്രേക്ക്ഔട്ട് വന്നു, കയറി ഒറ്റയടിക്ക് ഇറങ്ങി. എന്ത് പറ്റി? ആ വോളിയം ബ്രേക്ക്ഔട്ടിൽ സക്സസിന്റെ റേഷ്യോ വളരെ കുറവായിരുന്നു. സോ ഇതെല്ലാം പല രീതിയിൽ പല ആൾക്കാർ പറയുമെങ്കിലും ഒരു വോളിയം വരുന്ന സമയത്ത് ഒരു ബ്രേക്ക്ഔട്ടിന് സക്സസ് വളരെ കൂടുതലായിരിക്കും. വോളിയം ഇല്ലാത്ത ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് സക്സസ് വളരെ കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ഉള്ള ആ ഒരു ബ്രേക്ക്ഔട്ട് വന്നു, വേണമെങ്കിൽ നമുക്ക് 100 ക്വാണ്ടിറ്റി എടുക്കുന്ന സാധനത്ത് 10 ക്വാണ്ടിറ്റി എടുത്ത് നോക്കാം. അപ്പൊ നമ്മളെ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു മെത്തേഡിന് അവിടെ ഈ വോളിയം വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വോളിയം ഉണ്ടെങ്കിൽ 100 ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. വോളിയം കുറവായത് നമ്മൾ എന്ത് പറ്റി, നമ്മൾ 10 ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കി. സോ ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുക. പിന്നെ ഉദ്ദേശം നമ്മൾ ഈ കാണുമ്പോൾ ലെറ്റർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിനെ ഡിനോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് ലെറ്റർ വെച്ചാണ്. സോ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ക്യാൻഡിൽ ടൈമിന് നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഓർത്തോണം. ഞാൻ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾക്ക്, അതായത് നമ്മളിപ്പോ നിങ്ങൾക്കൊരു ഇത് ക്യാൻഡിലാണ്, ഇതൊരു 30 മിനിറ്റ്സിന്റെ ഒരു ക്യാൻഡിലാണ്. സോ ഇത്രയും ക്യാൻഡിൽ ഉണ്ടായി. ഈ 30 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ നമ്മൾ മാറ്റിയിട്ട് 5 മിനിറ്റ്സിനെ ക്യാൻഡിൽ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം എത്ര ക്യാൻഡിൽ വരുന്നു ഒരു ദിവസം. ഇതാണ് 9:15 മാർക്കറ്റ്, ഇന്നലെ തുടങ്ങിയ 9:15 7 മാർച്ചിന്റെ ഉണ്ടല്ലോ. 9:15 തുടങ്ങിയ മാർക്കറ്റ് എത്ര ക്യാൻഡിൽ നോക്കും നിങ്ങൾ, 5 മിനിറ്റ് ചാർട്ടിൽ വെച്ചപ്പോ. അതേസമയം നമ്മൾ ഇതിനെ മാറ്റി 30 മിനിറ്റ്സ് ആക്കിയ സമയത്ത് എന്ത് പറ്റി, ക്യാൻഡിലിന്റെ എണ്ണം കുറഞ്ഞു. മനസ്സിലായോ? സോ നമുക്ക് ഈ ഓരോ സമയത്തിനനുസരിച്ചാണ് നമ്മളെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ നമുക്ക് ഇതുണ്ടാവുന്നത്. സോ പകരം നമ്മൾക്ക് എന്ത് ചെയ്യുന്ന, നമുക്ക് പകരം നമ്മൾ അവിടെ ലെറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നമ്മൾ അവിടെ ലെറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണം കുറയും. കാരണം ഇവിടെ ഓർത്തോണം, നമുക്ക് 9:15 തൊട്ട് 9:45 വരെ അരമണിക്കൂറിന് നമ്മൾ 5 മിനിറ്റിന്റെ ചാർട്ട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 ക്യാൻഡിൽ കിട്ടും. അത് 10 രൂപയ്ക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 9:15 തൊട്ട് 9:45 വരെ 10 രൂപയ്ക്കാണ് റിലയൻസ് ട്രേഡ് ചെയ്യുന്നത്. 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു, 6 ക്യാൻഡിലോടെ നിങ്ങൾക്ക് കിട്ടും.
പക്ഷേ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിന്റെ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ റിലയൻസ് 10 രൂപയ്ക്ക് 9.4 തൊട്ട് 9.25 വരെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ലെറ്ററേ കാണുകയുള്ളൂ. ആ ലെറ്റർ 9.25, ആ ലെറ്റർ നമ്മൾ എ എന്ന് പറയും. സോ ഓർത്തോണം, ഇവിടെ 6 ക്യാൻഡിലിന് പകരം നിങ്ങൾക്ക് ഒരു ലെറ്ററേ കിട്ടുള്ളൂ. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റേ നമ്മൾ കാണുമ്പോൾ അയ്യോ എന്തൊരു ഒരു ബ്രേക്കൗട്ട്, ഒരു ഓളിയും ഇല്ല, ഒരു കുന്തും ഇല്ല, നമ്മൾ ദേഷ്യം വരുന്നു, നമ്മൾ ആ രീതിയിൽ ഒരു നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേക ഒരു എന്തിനാ ഇത് ചെയ്യുന്നത്, മൂവ്മെന്റ് ചെയ്യാൻ വരുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, നമ്മൾ ആ രീതിയിൽ നമ്മൾ പറയുമല്ലോ. അതേപോലെ ഇവിടെ നമ്മളെ എ എന്നുള്ള ലെറ്റർ കാണുമ്പോൾ പറയും ഇത് റേഞ്ച് മാർക്കറ്റ് ആണ്, നോക്കിയിട്ട് കാര്യമില്ല, വിട്, മാർക്കറ്റ് ഓളിയല്ല എന്ന് ട്രേഡ് ചെയ്യണ്ട. നമുക്കിവിടെ നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് വർക്ക് ആവും. അവിടെ നമ്മളൊരു പെരിക്കോഡിയിലെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം നമുക്കവിടെ വർക്ക് ആവും. സോ നമ്മൾ ലെറ്റർ കൊണ്ട് എങ്ങനെ ഡിനോമിനേറ്റ് ചെയ്യും? 9.4 തൊട്ട് 9.25 വരെ എ എന്ന ലെറ്ററും, 9.25 തൊട്ട് 10.4 വരെ ബി എന്ന് പറയുന്ന ലെറ്ററും, 10.4 തൊട്ട് 10.25 വരെ സി എന്ന് പറയുന്ന ലെറ്ററും, 10.25 തൊട്ട് 11.4 വരെ ഡി എന്ന് പറയുന്ന ലെറ്റർ, 11.4 തൊട്ട് 11.25 വരെ ഇ, എഫ് എന്ന് പറഞ്ഞാൽ 11.25 തൊട്ട് 12.4, ജി എന്ന് പറഞ്ഞാൽ 12.4 തൊട്ട് 12.25, എച്ച് എന്ന് പറഞ്ഞാൽ 12.25 തൊട്ട് 1.4, ഐ എന്ന് പറഞ്ഞാൽ 1.4 തൊട്ട് 1.25, ജെ എന്ന് പറഞ്ഞാൽ 1.25 തൊട്ട് 2.4, കെ എന്ന് പറഞ്ഞാൽ 2.4 തൊട്ട് 2.25, എൽ എന്ന് പറഞ്ഞാൽ 2.25 തൊട്ട് 3.4, എം എന്ന് പറഞ്ഞാൽ 3.4 തൊട്ട് 3.5 വരെ. സോ ഇവിടെ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഓരോ അരമണിക്കൂറിനും ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഓർത്തോണം, നമ്മൾ ക്യാൻഡിൽ വരെയുണ്ടെങ്കിൽ നമുക്ക് ഓരോ അരമണിക്കൂറിലും 6 ക്യാൻഡിൽ വെച്ച് ഏകദേശം 6, 12, 18, 24, 30, 36, 42, 48, 54, 60, 66, 72, 72, 3, 75 ക്യാൻഡിൽ വരുന്ന സാധനത്ത് നമുക്ക് ഇത്ര ലെറ്റർ വരും. ഇതിപ്പം അരമണിക്കൂറിൽ ഞാൻ പറഞ്ഞു, അരമണിക്കൂറാണെങ്കിൽ ഇത്രയും ക്യാൻഡിൽ വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത്ര ലെറ്റർ വരും. 5 മിനിറ്റ്സ് യൂസ് ചെയ്യുന്ന ട്രേഡർ ആൾക്കാരാണെങ്കിൽ. സോ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ ലെറ്റർ ഫോം ചെയ്യും. പ്രൈസ് ആ ലെറ്ററിന്റെ എണ്ണത്തിനെ കൺട്രോൾ ചെയ്യും. ഇത്ര മാത്രം ഓർത്തോളുക. കാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് പ്രൈസ് ഒരിക്കലും ക്യാൻഡിലിനെ കൺട്രോൾ ചെയ്യില്ല, സമയമാണ് ക്യാൻഡിലിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഓരോ 5 മിനിറ്റിലും പുതിയ ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല, പ്രൈസ് ആണ് ലെറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. സമയത്തിനനുസരിച്ച് പ്രൈസിന്റെ ഒരു എഴുതുന്ന രീതി മാറും. എക്ക് പകരം ബി ആവാം, സി ആവാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊള്ളുക. സോ ഇതൊരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് കേൾക്കുന്ന ആള് ഈ വീഡിയോ ഒന്ന് കേൾക്കുക. ഈ വീഡിയോ കേട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത അഡ്വാൻസ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് കുറച്ച് അഡ്വാൻസ് ആയി, അഡ്വാൻസ് അല്ല, ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഇനിഷ്യൽ ബാലൻസിനെ കുറിച്ച് നമ്മൾ പറയും അടുത്ത ക്ലാസ്സുകളിൽ. വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ എന്ന് പറയും. നമ്മൾ POC കുറിച്ച് പറയും, പോയിന്റ് ഓഫ് കൺട്രോൾ. അങ്ങനെ കുറെ മെത്തേഡുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെ ഓരോ ദിവസം നമ്മൾ കഴിയും തോറും ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് അഡ്വാൻസ് ആയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരികയും, അതുകൂടാതെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ നിങ്ങളൊരു F&O ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. സോ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതുപോലെ നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് പ്രൊഫൈൽ ഒന്നുകൂടെ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് എന്താണ്, നമ്മൾ ബേസിക് ഓഫ് മാർക്കറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് എന്തൊക്കെയാണ് എ പീരീഡ് എന്നു പറഞ്ഞ് നമ്മൾ എന്താണ് 9.4 തൊട്ട് 9.25 വരെ, ബി എന്ന് പറഞ്ഞാൽ 9.25 തൊട്ട് 10.4 വരെ, സി എന്ന് പറഞ്ഞാൽ 10.4 തൊട്ട് 11.25, 10.4 തൊട്ട് 10.25 വരെ, ഡി എന്ന് പറഞ്ഞാൽ 10.25 തൊട്ട് 11.4 വരെ, ഇ എന്ന് പറഞ്ഞാൽ 11.4 തൊട്ട് 11.25 വരെ, എഫ് എന്ന് പറഞ്ഞാൽ 11.25 തൊട്ട് 12.4, ജി എന്ന് പറഞ്ഞാൽ 12.4 തൊട്ട് 12.25, എച്ച് എന്ന് പറഞ്ഞാൽ 12.25 തൊട്ട് 1.4, ഐ എന്ന് പറഞ്ഞാൽ 1.4 തൊട്ട് 1.25, കെ ജെ എന്ന് പറഞ്ഞാൽ 1.25 തൊട്ട് 2.4, കെ എന്ന് പറഞ്ഞാൽ 2.25 തൊട്ട് 2.25, എൽ എന്ന് പറഞ്ഞാൽ 2.25 തൊട്ട് 3.4 വരെയും, എം എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് 3.4 തൊട്ട് 3.5 വരെ സമയത്തിന് നമ്മൾ ഈ ലെറ്റർ വെച്ചാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ വയ്ക്കുന്നത്. നമ്മൾ ക്യാൻഡിൽ അല്ല ഉപയോഗിക്കുന്നത്, ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ലെറ്റർ ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയുന്നത് വെച്ചാൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഒരു കാണാതെ പഠിക്കുകയോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയോ ഒരു ഗ്രഹസ്ഥമാക്കുകയോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എ പീരീഡ് എന്നേ പറയുള്ളൂ. ഏന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കാലത്ത് 9.4 തൊട്ട് 9.25 വരെയാണ് എ എന്ന് പറയുന്നത്. അപ്പം ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നമ്മൾ സമയത്തെ കുറിച്ച് പറയില്ല. എ പീരീഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തു, ബിയിൽ മൂവ് ചെയ്തു, സിയിൽ മൂവ് ചെയ്തിട്ടില്ല, ഡിയിൽ വീണ്ടും മൂവ് ചെയ്തു, ഇ എഫും ജി ഒന്നും തന്നില്ല, കെയിലും മൂവ്മെന്റ് കിട്ടിയില്ല, പ്രതീക്ഷിച്ചില്ല, എല്ലിൽ ഒരു മൂവ്മെന്റ് വന്നു.
ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും കെ പീരിയഡിൽ വളരെ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി. ഇപ്പൊ കെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ട ഏത് സമയമാണ്? 2:15 2:45. അപ്പൊ ഈ സമയം നിങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കാൻ പറ്റും. ഇനിഷ്യൽ ബാലൻസ്. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ട് ഐ ബി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് പ്രൊഫൈൽ ചെയ്യുന്ന ആൾക്കാർ ഐ.ബിയിലൊന്നും വോളിയം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് മാർക്കറ്റ് ഒന്നും മൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഐ.ബി എന്ന് പറയാൻ ഒന്നും നിങ്ങൾ ടെൻഷനേ അടിക്കാൻ വേണ്ട, ഇങ്ങനെ ഓർത്താൽ മതി. ഐ.ബി എന്ന് പറഞ്ഞാൽ A+B = ഐ.ബി. A+B = ഐ.ബി എന്ന് വെച്ചാൽ എ പീരീഡും ബി പീരീഡും കൂടെ ചേർത്ത പീരീഡിനെ പറയുന്ന പേരാണ് ഐ.ബി. ഫോർ എക്സാമ്പിൾ എയിൽ 10 രൂപയിലാണ് മാർക്കറ്റ് പോയത്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ മാർക്കറ്റ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പൊ ഈ ഒരു ഇതാണ് 7-ാം തീയതി വ്യാഴാഴ്ചത്തെ മാർക്കറ്റ്. ആദ്യത്തെ 30 മിനിറ്റ്സിന്റെ ക്യാൻഡിലാണ്. ഇത് എ പീരീഡ്, അടുത്ത ബി പീരീഡ്. സോ എയിൽ നമ്മൾ ഹൈ എത്ര വന്നു? 22,523.65. ഇത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് ആണ്. ലോയും 22,449.30 വന്നു. പക്ഷെ ബി പീരീഡിൽ ലോയും വന്നില്ല, ഹൈയും വന്നില്ല, ഇൻസൈഡ് ക്യാൻഡിലായിട്ട് മാറി. നമ്മൾ ഇൻസൈഡ് ആണ്. അപ്പം ഇപ്പൊ നമ്മൾ ഐ.ബിയുടെ എന്ന് പറയാൻ എന്താണ് പറയുന്നത്? നമ്മൾ എന്ത് പറയാം? ഐ.ബി എന്ന് പറഞ്ഞാൽ ഈ 22,523 തൊട്ട് 22,449-30 വരെയുള്ള ആ പീരീഡിന് നമ്മൾ എന്ത് പറയും? ഐ.ബി എന്ന് പറയും. മനസ്സിലായി? A+B. ഇവിടെ ബി എന്ന് പറയുന്ന സാധനം എയുടെ അകത്തായി നിന്നത് കൊണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നില്ല. സോ ആ ഡിഫറൻസ് ആദ്യം നോക്കേണ്ടി വന്നില്ല. അപ്പം ഈ എയും ബിയും കൂടെ ക്ലബ് ചെയ്ത ആദ്യത്തെ 1 മണിക്കൂറിനെ പറയുന്ന പേരാണ് ഐ.ബി പീരീഡ്. ഓർത്തോളുക. എന്താണ്? ആദ്യത്തെ 1 മണിക്കൂറിനെ പറയുന്ന പേരാണ് ഐ.ബി പീരീഡ്. ആദ്യത്തെ 1 മണിക്കൂറിനെ പറയുന്ന പേരാണ് ഐ.ബി പീരീഡ്. ഐ.ബിയിലെ പീരീഡിനെ നമ്മൾ എന്ത് പറയും? ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയും. ഐ.ബി എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇനിഷ്യൽ ബാലൻസ്. ഐ.ബി എന്ന് കേട്ടാൽ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇനിഷ്യൽ ബാലൻസ്. ഇതിനെ വേറൊരു പേരും നമ്മൾ പറയും ഓപ്പൺ റേഞ്ച് എന്ന് പറയും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത റേഞ്ച് ഇതാണ്. ഓപ്പണിംഗിൽ ആ പർട്ടിക്കുലർ ടൈം അല്ല, ആ ഒരു മണിക്കൂർ സമയം ഓപ്പൺ റേഞ്ച് എന്ന് പറയും. ഐ.ബിക്ക് നമ്മൾ പറഞ്ഞല്ലോ 22,523 എന്ന് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ സ്പോട്ടിന്റെ നിഫ്റ്റിയുടെ ചാർട്ടിൽ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ ഹൈ അതിന്റെ മുകളിൽ ബിയിൽ ഹൈ വന്നിട്ടില്ല. സോ സ്വാഭാവികമായിട്ടും അതാണ് എയുടെ പീരീഡിൽ വന്ന ഹൈയും ലോയും ആണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. ഐ.ബിയുടെ ഹൈയെ നമ്മൾ എന്ത് പറയും? IBH എന്നും ഇനിഷ്യൽ ബാലൻസ് ഹൈ അഥവാ IBH എന്നും ഐ.ബിയുടെ ലോയെ നമ്മൾ എന്ത് പറയും? ഐ.ബി ലോ അഥവാ ഇനിഷ്യൽ ബാലൻസ് ലോ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സോ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ഐ.ബി എന്ന് പറയും. അതിന്റെ ആദ്യത്തെ 1 മണിക്കൂറിലെ ഹൈയെ നമ്മൾ IBH എന്നും ആദ്യത്തെ 1 മണിക്കൂറിലെ ലോയെ നമ്മൾ ഐ.ബി ലോ എന്നും പറയും. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ആദ്യത്തെ 1 മണിക്കൂറിന്റെ ഹൈ മൈനസ് ലോ, അതായത് സപ്പോസ് 12 രൂപയാണ് ഹൈ വന്നത്, ലോ വന്നത് 10 ആദ്യത്തെ 1 മണിക്കൂർ. സോ 12 - 10 2. ഇതിനെ നമ്മൾ എന്ത് പറയും? ഐ.ബി റേഞ്ച് അഥവാ IBR എന്ന് പറയും. ഇനിഷ്യൽ ബാലൻസ് റേഞ്ച് അഥവാ IBR എന്ന് പറയും. ഒന്നുകൂടെ ഓർത്തോളുക. ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ഐ.ബി പീരീഡ് എന്ന് പറയും. അതിന്റെ ഡിഫറൻസ് ഐ.ബിയിലെ ഹൈ മൈനസ് ഐ.ബിയുടെ ലോയെ നമ്മൾ ഐ.ബി റേഞ്ച് എന്ന് പറയും. ഐ.ബിയുടെ ആദ്യത്തെ 1 മണിക്കൂറിലെ ഹൈയെ നമ്മൾ IBH അഥവാ ഇനിഷ്യൽ ബാലൻസ് ഹൈ എന്നും ആദ്യത്തെ 1 മണിക്കൂറിലെ ലോയെ ഇനിഷ്യൽ ബാലൻസ് ലോ അഥവാ IBL എന്ന് പറയും. ഇനി പറയേണ്ട എക്സ്റ്റൻഷൻ. നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ നമ്മൾ പറയും ബ്രേക്ക് ഔട്ട് അഥവാ ബ്രേക്ക് ഡൗൺ. ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന വാക്കാണ് എക്സ്റ്റൻഷൻ. സോ എക്സ്റ്റൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുകളിൽ പോയി കാണും അല്ലെങ്കിൽ താഴെ പോയി കാണും. സോ ഐ.ബിയെ വിട്ട് മാർക്കറ്റ് പോകുന്നു, ഐ.ബിയുടെ മുകളിലോട്ടോ താഴോട്ടോ ആയിക്കോട്ടെ, എങ്ങോട്ട് പോയാലും അതിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ, ഐ.ബി എക്സ്റ്റൻഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇനിഷ്യൽ ബാലൻസിലുള്ളൂ. ആദ്യത്തെ 1 മണിക്കൂർ എയുടെയും ബിയുടെയും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള സമയത്തിന് നമ്മൾ എന്ത് പറയും? ഐ.ബി ടൈം എന്ന് പറയും. ഇനിഷ്യൽ ബാലൻസ് ടൈം ആണ്. ആദ്യത്തെ 1 മണിക്കൂറിന്റെ ഹൈയെ നമ്മൾ IBH എന്നും ആദ്യത്തെ 1 മണിക്കൂറിന്റെ ലോയെ ഐ.ബി ലോ എന്ന് പറയും. ആദ്യത്തെ 1 മണിക്കൂറിന്റെ ഹൈയെ മൈനസ് ലോയെ നമ്മൾ എന്ത് പറയും? ഇനിഷ്യൽ ബാലൻസ് റേഞ്ച് അഥവാ ഐ.ബി റേഞ്ച് എന്ന് പറയും. ഇതിന് ഐ.ബിയെ വിട്ട് മാർക്കറ്റ് പോകുന്നതിനെ എക്സ്റ്റൻഷൻ നടന്നു എന്ന് പറയും. അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടന്നു പറയും. അതിനെ ഐ.ബി എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇതാണ് ഐ.ബി ബാലൻസ്. സോ നിങ്ങൾ ഈ ഇതിൽ കുറച്ചുകൂടി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാകും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഡൗട്ട് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഓപ്പണായി നമുക്ക് അടുത്ത സെക്ഷൻ നമുക്ക് കണക്ട് ചെയ്യാം. സോ അടുത്ത വരുന്ന പാർട്ടാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. നിങ്ങൾ എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റ് പ്രൊഫൈൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇമ്പോർട്ടന്റ് വാക്കാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. എന്താണ് പോയിന്റ് ഓഫ് കൺട്രോൾ? നമ്മൾ പറയില്ലേ, നമുക്ക് എന്റെ മർമ്മത്ത് കയറി കുത്തി, അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല,
അയാൾ മർമ്മാണ് തീർത്തണമെന്നൊക്കെ പറയില്ല, മർമ്മത്ത് കയറി കുത്തി. ഏഹ് നേരവണ്ണം മർമ്മം അറിയുന്ന ആൾക്കാർക്ക് ഒരു സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പറയും. സോ മർമ്മം എന്ന് പറഞ്ഞാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. ഓർത്താ മതി, ഒരു കാൻഡിലിനെ മർമ്മത്തിനെ പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. ദിസ് ഈസ് എ സിമ്പിളസ്റ്റ് വേർഡ്. എങ്ങനെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ പോയിന്റ് ഓഫ് കൺട്രോൾ. അതിനെ വേറെ രീതി പറയും, ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ഏരിയ. ഏറ്റവും കൂടുതൽ വോളിയം നടന്ന ഏരിയയാണ് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടി പി ഒ കൗണ്ട്, ടി പി ഒ എന്നാണ് എ ബി സി, ഇതൊക്കെ ടി പി ഒ എന്നാണ്. ഈ ഏറ്റവും കൂടുതൽ ലെറ്റർ ഉള്ള ഭാഗം അതിനെ നമ്മൾ പി ഒ എസ് എന്ന് പറയും. സോ ഓർത്തോളൂ, ഇറ്റ് ഈസ് എ പ്രൈസ് ലെവൽ വേർ ട്രേഡേഴ്സ് സ്പെൻഡ് മോസ്റ്റ് ടൈം. ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്ത സ്ഥലം, പർട്ടിക്കുലർ പോയിന്റ്, അതിനെ പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. അല്ലെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ഏരിയ ഓർ ലാർജസ്റ്റ് ലെറ്റർ ആണ്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എണ്ണം കാണും, ഏറ്റവും കൂടുതൽ എണ്ണമുള്ള ലെറ്റർ ഉള്ള സ്ഥലം. ഇതിനെല്ലാം നമ്മൾ പറയും എന്താണ്, ഫെയറസ്റ്റ് പ്രൈസ് എന്ന് പറയും, പല ആൾക്കാരും പറയും. അവിടെ പ്രോമിനന്റ് ഏരിയ എന്ന് പറയും, വോളിയം വന്ന ഏറ്റവും കൂടുതൽ വോളിയം വന്ന ഏരിയ എന്ന് പറയും. ഇതെല്ലാം ക്ലബ് ചെയ്ത് ഒരൊറ്റ വാക്കേ ഉള്ളൂ, എന്താണ്, ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ഏരിയ പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. അപ്പൊ അത് മനസ്സിലോർത്തല്ലോ, ഏറ്റവും കൂടുതൽ നമ്മൾ പി ഒ സി കേട്ടാൽ ഓർത്തോളം ലാർജസ്റ്റ് വോളിയം നടന്ന ഏരിയ ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. ഐ ബി എന്ന് കേട്ടാൽ ആദ്യത്തെ 1 മണിക്കൂർ, പി ഒ സി എന്ന് കേട്ടാൽ ലാർജസ്റ്റ് വോളിയം നടന്ന ഏരിയ. ഇനി അടുത്ത വരാൻ പോണ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ട്, വാല്യൂ ഏരിയ. വാല്യൂ ഏരിയ, എനിക്ക് എന്റേതായ വാല്യൂ ഏരിയ ഉണ്ട്. പറയും പോലെ മാർക്കറ്റ് 68% ട്രേഡ് ചെയ്ത ഏരിയ, ഒരു ദിവസത്തെ മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ദിവസത്തെ മാർക്കറ്റിൽ 68% ട്രേഡ് ചെയ്ത ഏരിയ പറയുന്ന പേരാണ് വാല്യൂ ഏരിയ. നമ്മൾ 60% ആ ബാക്കി 32% ബാക്കി ചിലപ്പോൾ താഴോട്ടോ മുകളിലോട്ടോ പോയി കാണും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആദ്യത്തെ 1.5 മണിക്കൂർ 2 മണിക്കൂറിന് ശേഷം പറയും മാർക്കറ്റ് നല്ലപോലെ കയറി, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, 50 പോയിന്റ് അകത്ത് കിടന്ന് കളിച്ചു, മൂവ്മെന്റ് ഉണ്ടായില്ല. ഈ 50 പോയിന്റിലാണ് പറയുന്ന പേരാണ് വാല്യൂ ഏരിയ. സോ ഏറ്റവും കൂടുതൽ സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഏരിയയെ പറയുന്ന പേരാണ്. അപ്പൊ നമ്മളിവിടെ അതിനെടുക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 68%. സോ 68% മാർക്കറ്റ് ട്രേഡ് ചെയ്ത ഏരിയ പറയുന്ന പേരാണ് വാല്യൂ ഏരിയ. ഓർത്തോണം, അത്രയാണ്, 68% മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഏരിയ പറയുന്ന പേരാണ് വാല്യൂ ഏരിയ. നമ്മൾ ഇനിഷ്യൽ ബാലൻസിന്റെ ഹൈ പറയുന്നത് പോലെ വാല്യൂ ഏരിയക്ക് ഒരു ഹൈ ഉണ്ട്, വാല്യൂ ഏരിയക്ക് ഒരു ലോ ഉണ്ട്. സോ ഈ വാല്യൂ ഏരിയയുടെ ഹൈയെ നമ്മൾ വി എച്ച് എന്ന് പറയും, വാല്യൂ ഏരിയയുടെ ലോയെ നമ്മൾ എന്ത് പറയും, വി എ എൽ എന്നും പറയും. സോ ഇതിന് വേറെ വക, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സമയം ട്രേഡേഴ്സ് സ്പെൻഡ് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്ത് 60% സമയവും ഒരു ദിവസത്തെ സമയത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് അവിടെ ട്രേഡ് ചെയ്ത ഏരിയയാണ് ഈ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയാണ്, പോയിന്റ് ഓഫ് കൺട്രോൾ പഠിച്ചു, ഇനിഷ്യൽ ബാലൻസ് പഠിച്ചു, വാല്യൂ ഏരിയ പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയും നമ്മുടെ സെക്കൻഡ് വീഡിയോയും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങൾ കണ്ട് നിങ്ങൾ ഒരു ബേസിക് ആയ ഒരു റിപ്പോർട്ട് നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ചിലർ ചോദിച്ചു, സാർ എന്ത് നമ്മളെ എന്റെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു, സാർ നമ്മൾ ഈ സെക്കൻഡ് വീഡിയോ ഇന്ന് വിടണ്ട, ഈ ഫസ്റ്റ് വീഡിയോ ഇന്ന് മാക്സിമം റീച്ച് ആയി കിട്ടിയത് സെക്കൻഡ് വീഡിയോ വിട്ടാതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ നമ്മൾ ആദ്യത്തെ വീഡിയോ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ നമുക്ക് വെക്കണമെങ്കിൽ ഈ സെക്കൻഡ് വീഡിയോ കൂടെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് വീഡിയോ നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ച് നിർത്തിയത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ വാല്യൂ ഏരിയയെ കുറിച്ചായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൽ സിംഗിൾ പ്രിന്റ്സിനെ കുറിച്ച് പറയുന്നു, നമ്മൾ എക്സസിനെ കുറിച്ച് പറയും, പൂവർ ഹൈ പൂവർ ലോയെ കുറിച്ച് പറയും. ഇത്രയും 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. സോ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ 3 വീഡിയോയിൽ, നമുക്ക് ഓരോ വീഡിയോയും ചെറിയ ചെറിയ വീഡിയോകളായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിന് വലിയ രീതിയിൽ പഠിക്കുന്നതിന്റെ ആ ഒരു ടെൻഷനെ ഒഴിവാക്കി കിട്ടും. നിങ്ങൾക്ക് ഓരോ വീഡിയോ നിങ്ങൾക്ക് ബാക്ക് എടുത്ത് പോയി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമാവുകയും ചെയ്യും. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പറയുന്നത്, സിംഗിൾ പ്രിന്റ് അഥവാ സിംഗിൾസ്, എക്സസ് ആൻഡ് പൂവർ ഹൈ പൂവർ ലോ. സോ ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ആ സ്ട്രക്ചറിലേക്ക് പോകുന്നത്, ഇതാണ് സിംഗിൾ പ്രിന്റ്. സിംഗിൾ പ്രിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ബൈയോ ഇമോഷണൽ സെല്ലിങ്ങോ ഒരു പ്രൊഫൈലിനകത്ത്, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ പറഞ്ഞ് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്, മാർക്കറ്റിന്റെ ആ ദിവസം നമ്മൾ പറയുന്നത് പ്രൊഫൈലാണ്. നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് പോലെ, ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ പറയുന്നത്
പ്രൊഫൈൽ എന്നാണെന്ന് പറയുന്നത്. പ്രൊഫൈൽ. സോ ഒരു പ്രൊഫൈലിന് ഇടയ്ക്ക് ഒരു നൂല് പോലെ ഒരു ലെറ്റർ മാത്രമേ വരുള്ളൂ. ആ ലെറ്റർ മാത്രമേ ആ ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ എ ബി ലെറ്ററും പ്രിന്റ് ചെയ്ത് സി എൻ ഡി ഒക്കെ മൂവ് ചെയ്തതിനു ശേഷം ഈ ഒറ്റയടി കയറിപ്പോയി. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ എഫും ജി എല്ലാം ട്രേഡ് ചെയ്ത് എഫ് ജി എച്ച് ഐ ജെ കെ എല്ലാം ട്രേഡ് ചെയ്യും. സോ ആ ഒരു ജി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ എഫ് എന്ന് പറഞ്ഞ ഇ എന്ന് പറഞ്ഞ പീരീഡിൽ നമ്മളിപ്പോ എക്സ് തന്നെ പറഞ്ഞ ഇയിലായതുകൊണ്ട് ഈ പീരീഡിൽ ഒരു സിംഗിൾ ലെറ്റർ, ഒരു പ്രൊഫൈലിൽ ഒരു സൈഡിൽ സിംഗിൾ ലെറ്റർ ഉള്ളതിനെ മാത്രം പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്സ്. ഇതേ സിംഗിൾ പ്രിന്റ്സ് എ പീരീഡിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയും സിംഗിൾസ് എന്ന് പറയും. എയിലോ ബിയിലോ ആ ലെറ്റർ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എ പീരീഡിൽ നമ്മൾ അത് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾസ് എന്ന് പറയും. എ സിംഗിൾസ് എന്ന് പറയും. എ സിംഗിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗസ്റ്റ് പ്ലെയർ പ്രൊഫൈൽ ഒരു എ പീരീഡിൽ സിംഗിൾസ് വിത്ത് വോളിയം വരികയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് വോളിയം പ്രസൻസ് അവിടെ ഉണ്ടെന്നർത്ഥം. സോ ഇവിടെ നിങ്ങൾ ഈ പ്രൊഫൈൽ കാണുന്നു. ഈ പ്രൊഫൈൽ ഞാൻ വച്ചിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ ബോക്സ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ് സിംഗിൾസ് പറയുന്നത്. പക്ഷെ താഴെ നിങ്ങൾ കാണുന്നല്ലോ, താഴെ എ പീരീഡിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ സിംഗിൾസ് എന്ന് പറയുള്ളൂ, സിംഗിൾ പ്രിന്റ് എന്ന് പറയില്ല. അത് സിംഗിൾസ് എന്ന രീതിയിൽ പറയും. അതും സിംഗിൾ പ്രിന്റ് തന്നെയാണ്. പക്ഷേ ഒരു പ്രൊഫൈലിന്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷനെ തമ്മിൽ വേർതിരിക്കുന്ന ലെറ്ററിനെ പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് മുകളിൽ ഈ കണ്ടോ, ഇവിടെ ഈ പ്രൊഫൈലിലെ ഈ ബോക്സിന്റെ മുകളിലും കുറച്ച് കുറെ ലെറ്റർ, പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുറെ ലെറ്റർ ജെ കെ എൽ എം ഉണ്ട്. താഴെ നോക്കുമ്പോൾ ഇവിടെ കുറെ ലെറ്റേഴ്സ് ഉണ്ട്. സോ ഒരു പ്രൊഫൈലിന്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ്ങും ബൈയിങ്ങും നടക്കുന്ന ഏരിയ, അത്രേ ഉള്ളൂ. സോ ഈ രണ്ട് പ്രൊഫൈലിന് ഇടയ്ക്ക് വരുന്ന ഒരു സിംഗിൾ ലെറ്റർ ആയത് കൊണ്ടാണ് ഇതിനെ സിംഗിൾ പ്രിന്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, ഒരു ഇമോഷണൽ ബൈ ഓർ ഇമോഷണൽ സെല്ലിംഗ് ആണ്. മോക്കറ്റ് കയറി പോകണമെങ്കിൽ ഇമോഷണൽ ബൈ എന്ന് പറയും, താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഇമോഷണൽ സെല്ലിംഗ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഒരു എക്സ്റ്റൻഷൻ നടന്നു. നമുക്കൊരു ട്രെൻഡ് ഡേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടി, മുകളിലോട്ട് മാർക്കറ്റ് കയറി, ഇല്ല താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി. ഇതിന്റെ എൻഡ് പോയിന്റിനെ എപ്പോഴും നമ്മൾ എന്ത് കാര്യം കൺസിഡർ ചെയ്യും? എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യാറുണ്ട് പലരും. സോ എൻഡ് പോയിന്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, എൻഡ് പോയിന്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കൺസിഡർഡ് ആസ് എ പൊട്ടൻഷ്യൽ ബൈ ഓർ പൊട്ടൻഷ്യൽ സെൽ. നമ്മളിവിടെ പറയും പൊട്ടൻഷ്യൽ ഡിമാൻഡ് ഓർ സപ്ലൈ സോൺ. മനസ്സിലായി? നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കൊണ്ട് വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് ആക്കി പഠിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാൻഡിൽ സ്റ്റിക്കിലാക്കി പഠിപ്പിച്ച സമയത്താണ് ഈ സ്ലൈഡ് ചെയ്തത്. കുറച്ച് സ്ലൈഡ്സിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ രീതിയിലേക്ക് മാറുന്നു. സോ നമ്മൾ ഇവിടെ എന്ത് പറയും? സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈ എന്ന് പറഞ്ഞാൽ, ഡിമാൻഡാണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആണ് സപ്ലൈ. സോ ഇവിടെ പ്രൊഫൈലിന്റെ ഈ ഏറ്റവും ബോക്സിന്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു എൻഡ് ഉണ്ട്, താഴെ എൻഡ് ഉണ്ട്. സോ ഈ തുടക്കവും എൻഡും ഇവിടെ ഈ പ്രൊഫൈൽ കാണുന്ന ഒരാൾക്കാണെങ്കിൽ എന്താ നമ്മൾ പറയും? ഡിമാൻഡ് ആണ്. ദിസ് എ പൊട്ടൻഷ്യൽ ഡിമാൻഡ് സോൺ ആണ്. തിരിച്ചിറങ്ങി വരുന്ന പ്രൊഫൈൽ ആണെങ്കിൽ നമ്മൾ അതിനെ പറയും പൊട്ടൻഷ്യൽ സപ്ലൈ സോൺ എന്ന് പറയും. ഇതിന് നമ്മൾ എക്സസിനെ കുറിച്ച് അടുത്ത സ്ലൈഡിൽ പഠിക്കും. എക്സസ് ആണ്, പക്ഷെ ഇൻസൈഡ് ദ പ്രൊഫൈൽ വന്നത് കൊണ്ട് നമ്മൾ അതിനെന്തെന്ന് പറയും? സിംഗിൾ പ്രിന്റ്. നിങ്ങൾ അതിന് ആ ഒരു വാക്ക് നിങ്ങൾ വിട്ടേക്കുക. സോ സിംഗിൾ പ്രിന്റ് രണ്ട് പ്രൊഫൈലുകളെ അല്ലെങ്കിൽ രണ്ട് പ്രൊഫൈലുകളെ തമ്മിൽ രണ്ട് പ്രൊഫൈലില്ല, രണ്ട് ഡിസ്ട്രിബ്യൂഷനുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലെറ്റർ, ഒറ്റ ലെറ്റർ മാത്രമേ ആ ഭാഗത്ത് കാണുള്ളൂ. അതിന് ഇമോഷണൽ ബൈ അല്ല ഇമോഷണൽ ഒരു ട്രെൻഡ് മൂവ്മെന്റ് വന്നു, മാർക്കറ്റിൽ മൂവ് കിട്ടി. അതിന്റെ എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും നമ്മളെ പൊട്ടൻഷ്യൽ സപ്ലൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിമാൻഡ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. They are represents with a single TPO printed on market profiles. ഒരേ ഒരു ലെറ്ററെ ആ ഒരു രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഇടയ്ക്ക് മുകളിൽ കുറെ ട്രേഡ് നടന്നിട്ടുണ്ടാവും, താഴെ കുറെ ട്രേഡ് നടന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഒറ്റ ലെറ്റർ മാത്രം കാണുന്ന പ്രൊഫൈലാണ് സിംഗിൾ പ്രിന്റ് ഉള്ള പ്രൊഫൈൽ എന്ന് പറയും. സോ അവിടെ ഒരു ലെറ്റർ മാത്രമേ കാണുള്ളൂ. ഇവിടെ ലോ വോളിയം ആയിരിക്കും, കാരണം ഹൈ വോളിയം നടക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒറ്റടി കയറി പോകുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ വോളിയം വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? കിട്ടുന്ന ബൈ എല്ലാം വാങ്ങിച്ചല്ലേ മാർക്കറ്റ് കയറി പോണത്. ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങാൻ നിൽക്കുന്നു, വാങ്ങിച്ചു. 10 രൂപയ്ക്ക് 11 രൂപയ്ക്ക് ബയറില്ല, 12 രൂപയ്ക്ക് ഉള്ളു, 12 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ഒരു മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് ഒരു കൂടുതൽ ഡിമാൻഡ് വരുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അതേ സമയത്ത് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് കൂടുതൽ സപ്ലൈ വരുന്നു. സോ ഇത്രയും മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. സോ അടുത്തത് ഇതിന് നമ്മൾ യൂഷ്വലി
ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ സമയത്ത് ഈ വരുന്ന ഏരിയാസ് അന്നത്തെ ദിവസം അല്ലെങ്കിൽ പോലും പിറ്റേ ദിവസങ്ങളിൽ ഫില്ല് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ ലാസ്റ്റ് നമുക്ക് വരാൻ പോകുന്ന മാർക്കറ്റ് പ്രൊഫൈൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇത് വെച്ചുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കും. ആ സമയത്ത് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഈ പൊട്ടൻഷ്യൽ ഏരിയ, ഈ സിംഗിൾ പ്രിന്റിന്റെ ഏരിയ പിന്നെ എപ്പോഴെങ്കിലും മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് പോകും. അതൊരു മാർക്കറ്റ് പ്രൊഫൈൽ ഒരു സിസ്റ്റം. മാർക്കറ്റ് പ്രൊഫൈൽ എന്ത് സാധനവും റീവിസിറ്റബിൾ ആണ്. ചിലപ്പോൾ സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്, അങ്ങനെ പല സമയം എടുത്താൽ പോലും ഈ മാർക്കറ്റ് പ്രൊഫൈലുള്ള ഒട്ടുമുക്കാലുള്ള കാര്യങ്ങളും റീവിസിറ്റബിൾ, അതായത് നമ്മൾ ആ സ്ഥലത്ത് പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരും. അതുപോലെ എന്താണ് യൂഷ്വലി ഈ ലോ വാല്യൂ ഉള്ള സ്ഥലത്ത് മാർക്കറ്റ് പിന്നെ ഫില്ലിങ് നടക്കും. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് സിമന്റ്, നമ്മള് ബേസ്മെന്റ് കെട്ടുന്നത് പോലെ അതിന്റെ കല്ലിട്ട് അതിന്റെ അപ്പുറത്ത് കുറെ മണ്ണിട്ട് സിമന്റ് ഒക്കെ ചെയ്ത് പൂശി എല്ലാം എടുത്ത് വെക്കും പോലെ ഈ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ മാർക്കറ്റ് വരും. അപ്പൊ ഒന്നുകൂടെ ഞാൻ സിംഗിൾ പ്രിന്റിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് സിംഗിൾ പ്രിന്റ്? ഒരു പ്രൊഫൈലിനകത്ത് രണ്ട് ഡിസ്ട്രിബ്യൂഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കാണുന്ന ഒറ്റ ലെറ്റർ ഉള്ള ഇതിനെ പറയുന്ന പേരാണ് സിംഗിൾ പ്രിന്റ്. ഇതൊരു പൊട്ടൻഷ്യൽ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയ ആണ്. ഇതിലൊരു ഇമോഷണൽ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ബൈ വരുന്ന സമയത്ത്, സെല്ല് വരുന്ന സമയത്ത് കിട്ടുന്ന റേറ്റിന് വാങ്ങിച്ച് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് ലോ വാല്യൂ ഉള്ള ഏരിയ തന്നെ ഒറ്റ ലെറ്റർ മാത്രമേ, ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ലെറ്റർ വരും. അപ്പൊ ലോ വാല്യൂ ഉള്ള സമയത്ത് കുറെ ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈ വാല്യൂ എന്ന് പറയും, ഏരിയ എന്ന് പറയും. കുറച്ച് ഒറ്റ ലെറ്റർ മാത്രം ഉണ്ടെങ്കിൽ ലോ വാല്യൂ ഏരിയ എന്ന് പറയും. സോ ഒറ്റ ലെറ്റർ മാത്രം ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. നമുക്ക് പിന്നെ അടുത്ത സ്ലൈഡ്സിൽ നമ്മൾ ക്ലിയർ ആക്കി പോവാം. ഇനി അടുത്ത വരാൻ പോകുന്നത് എക്സസ്. എക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ പ്രിന്റ് ആണ്. പക്ഷെ ഒരു പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ വരുന്നതിനെ പറയുന്ന പേരാണ് എക്സസ്. മനസ്സിലായ? ഒരു പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ ഓരോ ലെറ്റർ വരുന്നതിനാണ് നമ്മൾ പറയുന്ന പേര് എക്സസ് എന്ന് പറയും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ മുകളിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രൊഫൈൽ കാണുകയാണെങ്കിൽ താഴെ വരുന്ന എ പി സിംഗിൾസ് ആണ്. അത് നോക്കല്ലേ, എ പി സിംഗിൾസ് ആണ്. എയുടെ ലെറ്ററിൽ വരാൻ പാടില്ല, അത് ഓർത്തോണം. എയും ബിയും ഒഴിച്ച് ബാക്കി എന്തിൽ വന്നാലും നമ്മൾ ഓർത്തോണം. ഇപ്പൊ ഈ എ ലെറ്റർ ഇവിടെ ചെറിയ സാറേ ഇവിടെ ഒറ്റ ലെറ്റർ മാത്രമല്ല കാണുന്നുള്ളൂ, ഈ ലെറ്റർ അത് എക്സസ് അല്ല. ശ്രദ്ധിച്ചാൽ ഏറ്റവും മുകളിൽ എമ്മിൽ ഒരൊറ്റ എം ലെറ്റർ മാത്രമേ ഉള്ളൂ, അതൊരു എക്സസ് ആണ്. അതേപോലെ ഇതിപ്പോ ബൈയിങ് പ്രൊഫൈൽ ആയതുകൊണ്ട് മുകളിൽ വന്നു. തിരിച്ച് താഴത്തെ സെല്ലിംഗ് പ്രൊഫൈൽ ആണെങ്കിൽ എം താഴെയല്ലേ വരുള്ളൂ. സോ അവിടെ ഒരു ഒറ്റ ലെറ്റർ ആണെങ്കിൽ അത് സെല്ലിംഗ് എക്സസ് ആണ്. സോ excess seen at top or bottom of a profile, it indicates end of an option. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെറ്റർ മാത്രം വരികയാണെങ്കിൽ ആരാണോ ആ പർട്ടിക്കുലർ മാർക്കറ്റിനെ കയറ്റുകയും ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് അയാളുടെ പൊസിഷൻസ് അയാളവിടെ ക്ലോസ് ചെയ്യുന്നു അർത്ഥം. അതായത് ഫർദർ മൂവ്മെന്റ് നമുക്ക് വളരെ ലെസ് ചാൻസിലേ കിട്ടുള്ളൂ. ഇത് മാത്രം ഓർത്തോളുക. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർമ്മയുണ്ട്, ഒരു ഒറ്റ ക്യാൻഡിൽ വീൽ ഒരു വലിയ വര പോലെ കാണും. കണ്ട, നിങ്ങൾ താഴെ കണ്ട ഒരു വലിയ വര പോലെ സ്ട്രോങ് എക്സസ് ആണ്. അതൊരു എക്സസ് ക്യാൻഡിലാണ്. മനസ്സിലായ? മാർക്കറ്റ് ഇറക്കിക്കൊണ്ട് വന്ന് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ഒരു സിംഗിൾ വര പോലെ കാണും, അതെല്ലാം എക്സസ് ആണ്. അതായത് ഈ വലിയ ലെറ്റർ നമ്പർ ഓഫ് ഒന്നിന് കൂടുതലും 2 3 ആയാലും കുഴപ്പമില്ല, അതിന് എക്സസ് എന്ന് പറയും. കാരണം എന്താണ്? അത് പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ അല്ലേ വരുന്നത്. നടുക്ക് വന്നാൽ മാത്രമേ സിംഗിൾ പ്രിന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രൊഫൈലിന്റെ നടുക്ക് വന്ന് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്ന ലെറ്റർ ആയിട്ട് ഒറ്റ ലെറ്റർ മാത്രമായിട്ട് സിംഗിൾ എന്ന് പറയും. ഇവിടെ ഒരു പ്രൊഫൈലിന്റെ ഏറ്റവും മുകളിലോ താഴെയോ വരാം, പക്ഷെ എയും ബിയിലും വരാൻ പാടില്ല. അങ്ങനെ ചോദിക്കല്, സാറേ ഒരു സിംഗിൾ എ ലെറ്റർ ഒറ്റ എക്സസ് അല്ല. എയും ബി അതൊരു ഐ ബി ആണ്. ഐ ബിയിലുള്ള എക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് താഴെ മുകളിൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ബൈ സെല്ലിങ് ടൈൽ എന്നോ അല്ല താഴെ വരുന്നതിന് നമ്മൾ എന്ത് പറയണം? ബൈയിങ് ടൈൽ എന്ന് പറയും. ടൈൽസ് വരുന്നു, അതായത് ഒരു പ്രൊഫൈലിന് എക്സ്ട്രീമിൽ വന്നാലും ഇത് നമ്പർ ഓഫ് ഒന്നല്ല, 1 2 3 ആയാലും കുഴപ്പമില്ല, പക്ഷെ പ്രൊഫൈലിന്റെ മുകളിലോ താഴെയോ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സിംഗിൾ പ്രിന്റ് തന്നെയാണ്, പക്ഷേ അത് വ്യത്യാസം എന്താണ്? അവൻ പ്രൊഫൈലിന്റെ ഏറ്റവും മുകളിലോ ഏറ്റവും താഴെയോ വരും. അപ്വേർഡ് പ്രൊഫൈൽ ആണെങ്കിൽ ഏറ്റവും മുകളിൽ വരും, ഡൗൺവേർഡ് പ്രൊഫൈൽ ആണെങ്കിൽ ഏറ്റവും താഴെ വരും. നടുക്ക് വരില്ല. നടുക്ക് വന്നാലും സിംഗിൾ പ്രിന്റ് എന്ന് പറയുള്ളൂ. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്ത് പറയും? നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് താഴെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേണിനകത്ത് നമുക്ക് എന്ത് പറ്റും? നമുക്ക് അവിടെ ഒരു ലോങ് വിക്ക് മുകളിൽ വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മളിവിടെ പറയും ഹാമർ ക്യാൻഡിൽ എന്ന് പറയും. തിരിച്ചു എന്ത് പറയും? റിവേഴ്സ് ഹാമർ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയും.
മനസ്സിലായോ? നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ വരുമ്പോൾ ഇതിനെ പറയുന്നത് എന്താണ്? ലോങ് വിക്ക് ഉള്ളത്. അതുകൊണ്ട് എന്ത് പറയുന്നത്? അത് ഒരു സിംഗിൾ പ്രിന്റ് തന്നെയാണ്. അവിടെ ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മോളിൽ വരുമ്പോൾ സപ്ലൈ ഉണ്ട്. അത്രയും മാത്രം ഓർത്തോളുക. ഇത് മാത്രം എക്സസ് എന്ന് പറയും. പിന്നെ എക്സസിന് ഏറ്റവും വലിയ എക്സസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പർട്ടിക്കുലർ മൂവ്മെന്റ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ആ മൂവ്മെന്റ് കൊടുത്ത ആള് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് അർത്ഥം. 99% ഓഫ് ടൈമും ഈ മൂവ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതെ എൻഡ് ഓഫ് എൻ ഓപ്ഷൻ, അതായത് ഈ പ്രോസസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം മാർക്കറ്റ് ഇന്നിപ്പോ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടൊരു ഓപ്ഷൻ ആണ്. ശ്രദ്ധിച്ചായിരുന്നോ? താഴോട്ട് വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എന്ത് പറ്റി? അവിടെ ഒരു സിംഗിൾ പ്രിന്റ് വന്നിട്ടുണ്ട് ഒരു ക്യാൻഡിൽ, കൺഫേം വന്നിട്ടുണ്ട്. സോ ഏത് ലെറ്റർ എന്ന് നോക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മെസ്സേജ് അയക്കുക, ഞാൻ പറഞ്ഞു. ആ ലെറ്ററിനകത്ത് നമുക്ക് എന്ത് പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലെറ്ററിനകത്ത് നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ആ ലെറ്ററിനകത്ത് നമുക്ക് ഇന്നത്തെ സമയത്ത് ഓപ്ഷൻ നടന്നു, സംഭവിച്ചു. എന്തുപറ്റി? അവിടുത്തെ ഓപ്ഷൻ കൊണ്ടുവന്ന ആള് ആ ഓപ്ഷനെ എൻഡ് ചെയ്തിട്ട് പോയി. കാരണം താല്പര്യമില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് താല്പര്യമില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരാം. സോ ഒരു ഓപ്ഷൻ എൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എക്സസ് എന്ന് പറയുന്നത്. അത് മാത്രം ഓർത്തോളൂ. സിംഗിൾ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എൻഡ് ചെയ്യാനല്ല, സിംഗിൾ പ്രിന്റ് പ്രൊഫൈലിന്റെ അകത്ത് വരുന്നതായതുകൊണ്ട് അതൊരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്, അവിടെ ഡിഫറൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഓർത്തോളുക, ഈ എക്സസിനെ എപ്പോഴും റീവിസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സിംഗിൾസിനെ വേണമെങ്കിൽ റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സസ് പഠിച്ചു, സിംഗിൾ പ്രിന്റ് പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യമാണ് പുവർ ഹൈ, പുവർ ലോ. ഒന്നും വേണ്ട, ഏറ്റവും മുകളിലോ താഴെയോ 2 ലെറ്റർ മാത്രമേ കാണുള്ളൂ. എന്താണ്? ഏറ്റവും മുകളിലോ താഴെയോ 2 ലെറ്റർ മാത്രമേ കാണൂ. നിങ്ങളോട് ശ്രദ്ധിച്ചായിരുന്നു? ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ എ ആണ്, എ അവിടെ തന്നെ എയും ബി, അതിന് മുകളിൽ വേറെ ലെറ്റർ പോയിട്ടില്ലല്ലോ. സോ ഇതിനെ നമ്മൾ എന്ത് പറയും? പുവർ ഹൈ എന്ന് പറയും. ചിലപ്പം ബിയും സിയും കാണും, ഒറ്റ ലെറ്റർ. ചിലപ്പോൾ ഡിയും ഇയും കാണും. മനസ്സിലായ? അവിടെ 2 ലെറ്റർ മാത്രമേ വരുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് പുവർ ഹൈ ഓർ പൂർ. താഴെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ പറയും? പുവർ ലോയും. മുകളിൽ വരുന്നതിന് പുവർ ഹൈ. ശ്രദ്ധിച്ചായിരുന്നാൽ 2 ലെറ്റർ മാത്രമേ വരുള്ളൂ, മുകളിലോ താഴെയോ. ഒന്നിനെ നമ്മൾ മുകളിൽ വരുന്നെങ്കിൽ പുവർ ഹൈ എന്നും പറയും, താഴെ വരുന്നെങ്കിൽ പുവർ ലോ എന്നും പറയും. ഇറ്റ്സ് കൺസിഡർ ആസ് എ ലാക്ക് ഓഫ് എക്സസ്. എക്സസ് ഇല്ലാത്ത, എക്സസ് പറഞ്ഞാൽ ഒരു ലെറ്റർ മോളിൽ പോകണം, ഇത് മോളിൽ പോകാൻ ലാക്ക് ഓഫ് എക്സസ്, അത്ര മാത്രം. അത് നോക്കണ്ട, 2 ലെറ്റർ വന്നിട്ടുണ്ട്, അങ്ങനെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരു ടെയിലൊന്നും കാണൂല, വാലും തുമ്പും ഒന്നും കാണൂല. പിന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും? ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്നൊക്കെ പറയും. ഒരേ സ്ഥലത്ത് തന്നെ ഹൈ കൊണ്ട് 2 ക്യാൻഡിൽ ഹൈ വന്ന് തിരിച്ചു വരുന്നു. അതേസമയം തിരിച്ച് അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ ലോ, 2 ക്യാൻഡിലും ലോയും വന്നിട്ടുണ്ട്. സോ ഡബിൾ ബോട്ടം. സെയിം ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്ന് പറയും. ഇവിടെ നമ്മളെന്ന് പറയാം 2 ലെറ്റർ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓർത്തുകൊള്ളുക, പുവർ ഹൈസും പുവർ ലോസും റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ട്രേഡ് സെറ്റപ്പ് ആണ്. നിങ്ങളെ മനസ്സിൽ ഓർത്തോണം. നിങ്ങൾ സ്റ്റെപ്പ് ബൈ പഠിക്കുക, നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ഇതൊക്കെ ട്രേഡ് സെറ്റപ്പ് ആണ്. നാളെ ഒരു പൂർ ഹൈ ഉണ്ടായി കഴിഞ്ഞാൽ ചോദിക്കും, സാറേ പൂർ ഹൈ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഇന്നത്തെ ലോയ്ക്ക് താഴെ പോയിട്ടില്ലെങ്കിൽ നാളെ തിരിച്ച് റീവിസ് ചെയ്യാൻ ചാൻസ് കൂടുതലല്ലേ? അതെ, റീവിസിറ്റ് കൂടുതലാണ്. സോ നിങ്ങൾ ഓർക്കുക, ആ ദിവസം ഇപ്പൊ ഈ കാൻഡിൽ ഇപ്പൊ ഒരാൾ ചോദിക്കുന്നത്, സാറേ 7935 ആണ് ലോ, എക്സാമ്പിൾ. നാളെ 7935 മുകളിൽ താഴെ പോയിട്ടില്ല മാർക്കറ്റ്. സോ നമ്മളെ മനസ്സെന്താണ്? ഈ പൂർ ഹൈ വന്ന പൂർ ഹൈ, അതായത് 8005 എന്ന് വെച്ചോ, ആ 8005 റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സാറേ ഞാൻ ഇവിടെ നിന്ന് കോൾ എടുത്തേക്കാം, നമ്മൾ എടുക്കാം. ഇൻ ദ മണി മന്ത്ലി പൊസിഷൻ എടുത്ത് നോക്ക്, റിസ്ക് കുറച്ച് കുറവായിരിക്കും. ആ 7935 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ എടുക്കുക. അപ്പൊ ഈ രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ട്രേഡ് സെറ്റപ്പ് ആണ്, മനസ്സിലായ? ആ ഏരിയ പിന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി വരും മാർക്കറ്റിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോവാം. സോ റീവിസിറ്റ് ചെയ്യും, അതാണ് ഒരു ട്രേഡ് സെറ്റപ്പ്. ഇത്രയും കാര്യം ഓർത്തോളൂ. സോ പൂർ ഹൈയും പൂർ ലോയും എന്താണ്? 2 ലെറ്റർ താഴെയോ മുകളിലോ വരുന്നത്, 2 ലെറ്റർ. അത് എയോ ബിയോ സിയോ ഡിയോ എന്ത് വേണം, 2 ലെറ്റർ മാത്രം. അതിന് മുകളിൽ വേറെ ഒന്നും കാണില്ല. 2 ലെറ്റർ വന്നവിടെ നിൽക്കും, ആ കട്ട വന്നവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് എക്സസ്. എക്സസ് വരാൻ മുകളിൽ ലെറ്റർ വന്നെങ്കിൽ എക്സസ് വന്നെ, അവിടെ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അവിടെ എന്താണ്? ഇത് നമ്മൾ കാൻഡിൽസ്റ്റിക് പാറ്റേണിൽ പഠിക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഹയർ 99% റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ റീവിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ അതൊരു ട്രേഡ് സെറ്റപ്പ് ആണ്, മനസ്സിലായ?
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മളൊന്ന് പഠിച്ചെന്താണ്, പൂവർ ഹൈ പൂവർ ലോ പഠിച്ചു, എക്സസ് പഠിച്ചു, സിംഗിൾ പ്രിന്റ് പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഞാൻ വളരെ സിമ്പിൾ ആയ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് സെക്ഷനിൽ പോടുക, സാറേ അതൊന്ന് ഇടുക, ഒന്ന് മാറ്റി ഒന്നുകൂടെ ഡിസൈൻ ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറ്റുമോ സാറേ, അല്ലെങ്കിൽ എന്താണ് വിഷ്ണുത്ത ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, പറഞ്ഞുതരാം, എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി, അതായത് 1 മണിക്ക് ആ സമയത്തായിരുന്നു അപ്ലോഡ് ചെയ്തത്. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു, സിംഗിൾ പ്രിന്റ്സ്, പൂവർ ഹൈ പൂവർ ലോ, എക്സസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയാണ് ഉണ്ടായത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ചാണ്. അതുകൂടാതെ ചിലർ അതിലേക്ക് നമ്മുടെ അത് ഏതൊക്കെയാണോ സിംഗിൾ പ്രിന്റ് ഉള്ള ദിവസങ്ങളെന്ന് ചോദിച്ച് അത് ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ദിവസത്തെ ഈ ഫെയിൽഡ് ഓപ്ഷൻ, എക്സസ്, പൂവർ ഹൈ പൂവർ ലോ, അത് കൂടാതെ നമ്മുടെ വരുന്ന ഏതാണ് സിംഗിൾ പ്രിന്റ്സ്, ഈ 4 കൂടെ എക്സാമ്പിളും കൂടെ ഞാൻ മാർക്കപ്പ് പ്രൊഫൈൽ ദിവസത്തിൽ കാണിച്ചു തരാം. അത് നിങ്ങൾ ആ ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്നുണ്ട്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രേറ്റ് ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ നിങ്ങൾക്ക് ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പൊ ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഫെയിൽഡ് ഓപ്ഷൻ ഡെവലപ്പ് ചെയ്തത് റേ ബാരോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. സോ ഞാൻ പറഞ്ഞായിരുന്നു, പീറ്റർ ഷെല്ലിമർ ആയിരുന്നു മാർക്കറ്റ് പ്രൊഫൈൽ കണ്ടുപിടിച്ചത്, ഡാൾട്ടൺ ആയിരുന്നു അതിനെ എന്താണ് പോപ്പുലറൈസ് ചെയ്തത്. അതിനകത്ത് വരുന്ന ഒരു കാര്യം, അത് വ്യക്തമായ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആയിരുന്നു. ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ വളരെയധികം രീതിയിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ട്രേഡർ ആയിരുന്നു റേ ബാരോസ്. അദ്ദേഹമായിരുന്നു ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് കണ്ടുപിടിച്ചത്. ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ പറയുന്നത് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ നമ്മൾ പ്രൊഫൈൽ എന്ന് പറയും, ക്യാൻഡിൽ സ്റ്റിക്കിലാണ് ക്യാൻഡിൽസ് എന്ന് പറയും. ഒരു ക്യാൻഡിലും ഇവിടെ പ്രൊഫൈലും, ട്രേഡ് ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്ഷൻ. സോ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഫെയിലിയർ ആകുന്നതിനെ കുറിച്ച് പറയുന്ന ട്രേഡിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഈ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കുന്നത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞുതരാം. ദി ഫെയിൽഡ് ഓപ്ഷൻ occurs when initial balance high or low taken out but the market fails to sustain the breakout. അതായത് ഇനിഷ്യൽ ബാലൻസിന്റെ ഹൈയോ ലോയോ പൊട്ടിയോ മുകളിലോട്ട് പോയോ താഴോട്ട് പോവുകയും പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഇനിഷ്യൽ ബാലൻസിന്റെ ആ ഏരിയയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ ഒരു സെറ്റപ്പ് ആണ് ഫെയിൽഡ് ഓപ്ഷന്റെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്, ഇറ്റ്സ് എ സക്സസ്ഫുൾ ട്രേഡിംഗ് പാറ്റേൺ ആണ്. ഫെയിൽഡ് ഓപ്ഷന് 2 തരം ടാർഗറ്റ് വരും. ഫെയിൽഡ് ഓപ്ഷന്റെ ടാർഗറ്റും വരും. ഇപ്പൊ സപ്പോസ് ആ ഫെയിൽഡ് ഓപ്ഷൻ വന്നു, ആ ടാർഗറ്റ് കിട്ടാതെ തിരിച്ച് ഫെയിൽഡ് ഓപ്ഷൻ നടന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് നെഗേറ്റഡ് ടാർഗറ്റ് കിട്ടും. സോ ഫെയിൽഡ് ഓപ്ഷൻ ഈസ് എ 100% സക്സസ്ഫുൾ ട്രേഡ് സെറ്റപ്പ്. ഇത് സംഭവിക്കുന്നത് വളരെയധികം കുറച്ച് മാത്രം സംഭവിക്കില്ല. 10 ദിവസം എടുക്കേണ്ടത് 1 ദിവസം കിട്ടിയാലായി. സോ ഇതിന്റെ ഒക്കറൻസ് പറഞ്ഞാൽ വെരി ലോ ആണ്. അതുകൊണ്ട് മാത്രമേ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫെയിൽഡ് ഓപ്ഷൻ മാത്രം പ്രതീക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് സക്സസ് റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് ട്രേഡ് സെറ്റപ്പ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു വ്യക്തമായ രീതിയിൽ ദ പ്രൈസ് ഈസ് സെയ്ഡ് മോർ ദാൻ 30 minutes ഔട്ട്സൈഡ് എ ബി ആൻഡ് പുൾ ബാക്ക് ഹാപ്പൻ ഫോളോഡ് ദ പ്രൈസ് ഓപ്ഷൻ ടുവേഴ്സ് അതർ സൈഡ്. അതായത് ഒരു സാധനം മുകളിലോട്ട് പൊട്ടി അരമണിക്കൂർ നിൽക്കാതെ തിരിച്ച് താഴോട്ട് വരികയും ഓപ്പോസിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് എഫ് എ. ഇതിന്റെ യൂഷ്വലി ഈ എഫ് എയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിൽ തിരിച്ചു വരും. വന്നിട്ടില്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. സോ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത് ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ബാലൻസ് ആദ്യത്തെ 1 മണിക്കൂറാണ്. സോ ഞാനൊരു വ്യക്തമായി പറയാം, 100 രൂപയാണ് ഇനീഷ്യൽ ബാലൻസിന്റെ ലോയും 110 രൂപയാണ് ഇനീഷ്യൽ ബാലൻസിന്റെ ഹൈ. സോ ക്ലിയർ ആയല്ലോ. ആദ്യത്തെ 1 മണിക്കൂർ 110 ഹൈ വന്നു, 100 ലോയും വന്നു. അപ്പം ഫസ്റ്റ് ഐ ബി അവിടെ ഫോം ആയി കഴിഞ്ഞു. അതായത് 1 മണിക്കൂർ ശേഷമേ ഈ എഫ് എ സംഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഐ ബി ഫോം ആവണത് ആ 10:15-നകത്താണ് ഐ ബി ഫോം ആവണത്. 9:15 തൊട്ട് 10:15. സോ ഐ ബി ഫോം ആയി 10:15-ന് ശേഷം മാർക്കറ്റ് കയറി. മാർക്കറ്റ് 110, 100 റേഞ്ച് 1 മണിക്കൂർ വന്നു.
അടുത്ത ഒരു അരമണിക്കൂർ മാർക്കറ്റ് വളരെയധികം മൊമെന്റ് തരാൻ നിൽക്കുകയും പെട്ടെന്ന് മാർക്കറ്റ് ഒരു 12 മണിയായപ്പോ 112 പോയി. ഇങ്ങനെ 12 മണിയായപ്പോ 112 പോയി. സോ അതെന്ത് ചെയ്തു? മുകളിലോട്ട് ഫെയിൽ ഓപ്ഷൻ നടന്നു. 12:10, 12:15, 12:20 വരെ അതെന്ത് ചെയ്തു? 110, 112 ട്രേഡ് ചെയ്യുകയും ഓപ്ഷൻ ചെയ്യുകയും 12:25 ആയപ്പോ തിരിച്ച് നേരെ 106 വരികയും ചെയ്തു. സോ എന്ത് സംഭവിച്ചു? ഓപ്ഷൻ IB എച്ചിന് മുകളിൽ, അതായത് IBയുടെ മുകളിൽ 30 മിനിറ്റിക്കുള്ളിൽ ട്രേഡ് ചെയ്തോ? 12 മണിക്ക് ബ്രേക്ക്ഔട്ട് വന്നു, 12:25 ആയപ്പോ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വന്നു. സോ എത്ര മിനിറ്റ് അവൻ ട്രേഡ് ചെയ്തുള്ളൂ അതിന്റെ മുകളില്? 25 മിനിറ്റ്. തിരിച്ച് ലോയിൽ നോക്കാം, അതായത് 100 പൊട്ടി 98 വന്നു, 12 മണിക്ക് 98 വന്നു, 12:20 ആയപ്പോ നേരെ തിരിച്ച് വീണ്ടും 105 വന്നു. സോ അരമണിക്കൂർ പോലും തേച്ച് അവ എന്ത് ചെയ്തു? ഓപ്ഷൻ താഴോട്ട് ട്രേഡ് തന്നില്ല. അതായത് നമ്മൾ ബ്രേക്ക്ഔട്ടും ബ്രേക്ക് ഡൗണും നടന്നു ഫെയിലിയർ ആയി പോയി. ഫെയിലിയർ ആവാനുള്ള ഒരു കണ്ടീഷനിൽ എന്ത് പറ്റി? 30 മിനിറ്റിക്കുള്ളിൽ അവൻ ട്രേഡ് ചെയ്തില്ല ആ സ്ഥലത്ത്. അപ്പം 31 മിനിറ്റ് ആണെങ്കിൽ അത് FA അല്ല. 30 മിനിറ്റിനകത്ത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് 100, 110 റേഞ്ചിനകത്ത് വന്നു, IBക്കകത്ത് വന്നു. സോ എന്നതിന് ശേഷം അവ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. സോ 112 പോയ ഓപ്ഷൻ 12:20 മിനിറ്റിനകത്ത് തിരിച്ച് കയറി 105, 100, 110 റേഞ്ചിനകത്ത് വരികയും 12:45, 12:30 ആയപ്പോ 1 മണിക്ക് ശേഷം എന്ത് പറ്റി? അവ ഇറങ്ങി 98 ക്ലോസ് ചെയ്യുകയും ചെയ്തു. വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 98 ക്ലോസ് ചെയ്തു. സോ ഇതിനെയാണ് പറയുന്നത് ഫെയിൽ ഓപ്ഷൻ അഥവാ ഫെയിൽഡ് ഓപ്ഷൻ അഥവാ ഫെയിലർ ട്രേഡ്, ഫെയിലിയർ ട്രേഡ്സ്, ഫെയിലിയർ ഓപ്ഷൻ, ഫെയിൽഡ് ഓപ്ഷൻ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ ഒരു സിമ്പിൾ ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, സോ നിങ്ങളിപ്പോ ഇതൊരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടാണ്, നിങ്ങൾ ഈ കാണുന്നുണ്ട്, ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട് കാണുന്നല്ലോ. സോ ഞാൻ അതിനൊന്ന് വലുതാക്കാൻ പോയി, നല്ല വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചാർട്ട്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതായത് 13:03 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹൈ വന്നു. എത്രയാണ് ഹൈ വന്നത്? എ പീരീഡ് കണ്ട, 47,661 ആയിരുന്നു എയുടെ ഹൈ. അവൻ ബ്രേക്ക് ചെയ്ത് 3 ടിക്ക്, അതായത് 3 ടിക്കിനകത്ത് 47,683 വരികയും തിരിച്ച് അതേ സമയം തന്നെ തിരിച്ച് ഇറങ്ങി. ഞാൻ നിങ്ങൾക്ക് അതിനെ ഒന്ന് ഓപ്ഷനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ എയിൽ പോയി സിയിൽ കയറി ഒറ്റ അടിച്ച് സി ഇറങ്ങി, സി ഏകദേശം ഇവിടെ വരെ ക്രോസ് ചെയ്യുകയും പിന്നെ ഡി താഴോട്ട് വന്നെന്ന് കണ്ട. ഡി പീരീഡിൽ അവ എന്ത് ചെയ്തു? ഒരു ഓപ്പോസിറ്റ് സൈഡിൽ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? മുകളിലോട്ട് മാർക്കറ്റ് കയറാൻ നോക്കി, നടന്നില്ല. അവ എന്ത് ചെയ്തു? വിത്തിൻ സം 5 to 10 മിനിറ്റ്സിനകത്ത് അവൻ തിരിച്ച് റിവേഴ്സ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഇവിടെ സംഭവിച്ചത് ഫെയിൽഡ് ഓപ്ഷൻ മുകളിലായതുകൊണ്ട് FA അറ്റ് ഹൈ എന്നും പറയും. ഇപ്പൊ ഈ സി പീരീഡ് താഴെ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ വരെയാണെങ്കിൽ എന്ത് പറ്റിയനെ? ഈ ഭാഗത്ത് വരെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേ? ഫെയിൽഡ് ഓപ്ഷൻ അറ്റ് ലോ എന്നും പറയും. സോ നിങ്ങൾ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചൊരു ടിക്കിയാണ്, ട്രിക്കി ആയിട്ട് തോന്നും. പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മൾ ഓർത്തോണം, ഒരു 5 കണ്ടീഷൻ ഓർത്തുകൊള്ളുക. IB ഫോം ചെയ്യുക 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷം മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ സംഭവിക്കുക. ഈ 30 മിനിറ്റിനകത്ത് അവൻ തിരിച്ച് എന്ത് ചെയ്യുക? ആ IBയുടെ അകത്ത് വരിക. ഒരു കണ്ടീഷൻ പൂർത്തിയായി. അടുത്ത പിന്നെ എപ്പോഴെങ്കിലും വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി ക്ലോസ് ചെയ്യുക. മുകളിൽ സംഭവിച്ച ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യുക. അതായത് 100ന് 112 സംഭവിച്ചതാണെങ്കിൽ 100ന് താഴെ ക്ലോസ് ചെയ്യുക. 100ആണ് IB ലോ. ഇപ്പം 98ന് വന്നു, അവ എന്ത് ചെയ്യും? IBHന്റെ മുകളിൽ ക്ലോസ് ചെയ്യുക. അതായത് 100ന് മുകളിൽ 110ന് മുകളിൽ ക്ലോസ് ചെയ്യുക. സോ ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഇതിന്റെ ടാർഗറ്റ് എത്രയാണ്? 80 ആണ്. അതായത്
ഇപ്പൊ സി ആണ് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഓപ്ഷൻ സംഭവിച്ചതുകൊണ്ട് 47,684 മൈനസ് ATR ടാർഗറ്റ്. ATR എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ അല്ലെങ്കിൽ ചിലത് 11 ദിവസം എടുക്കും. ഞാൻ 7 ദിവസത്തെ ആവറേജ് ട്രൂ റേഞ്ച് അത് ATR എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ കിട്ടുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ആവറേജ് ട്രൂ റേഞ്ച് ആണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ 510 520 580 പോയിന്റ് ആണ്. സോ അന്നത്തെ FA പോയിന്റ് എന്ന് പറഞ്ഞാൽ 47,111 ആ റേഞ്ച് ആയിരുന്നു നിഫ്റ്റി അന്ന്. ബാങ്ക് നിഫ്റ്റി അന്ന് വൈകിട്ട് ഏകദേശം KF 2 മണിക്ക് അതായത് 1:45 2:15 ഇടയ്ക്ക് ആ ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തു. സോ എപ്പോഴും ഓർത്തോളുക, ഓപ്ഷൻ ഈ ഇതെന്ന് വെച്ചാൽ അത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ATR ഇവിടെ മുകളിൽ സംഭവിച്ചുകൊണ്ട് FA പോയിന്റ് 47, അതായത് നമ്മൾ 112 സംഭവിച്ചുകൊണ്ട് 112 മൈനസ് 20, ATR 20 ആണെങ്കിൽ 20. ഇപ്പൊ FA ഏറ്റവും ലോ ആണെങ്കിൽ 98 സംഭവിക്കുകയാണെങ്കിൽ 98 പ്ലസ് 20 ആണ് ATR ടാർഗറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പം 112 ടാർഗറ്റ്. അപ്പൊ ഇങ്ങനെ FA താഴെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ATR ടാർഗറ്റ് ആഡ് ചെയ്യുകയും FA മുകളിൽ സംഭവിക്കുകയാണെങ്കിൽ ATR ടാർഗറ്റ് മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. ഇത് അഞ്ചാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ T+5 ഇത് റിവേഴ്സ് ഈ FA പോയിന്റ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ട്രേഡിംഗ് ഡേയുടെ കൂടെ 5 ദിവസം കഴിയുമ്പം അപ്പൊ ഇന്ന് നടന്നതാണെങ്കിൽ തിങ്കളാഴ്ച നടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 3+5 അതായത് വെള്ളിയാഴ്ച പ്ലസ് അതായത് മൺഡേ അതായത് തിങ്കളാഴ്ചക്കകത്ത് ഈ ടാർഗറ്റ് തിരിച്ച് ഈ FA പോയിന്റ് ഇപ്പൊ 47,684 എന്ന് പറഞ്ഞ ഈ പോയിന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളെ മാർച്ച് 13 ഈ ഓപ്ഷൻ നടന്നത്. എന്താണ് മാർച്ച് 13 ശേഷം മാർച്ച് 14 വന്നു, മാർച്ച് 15 2 ദിവസം വന്നു. എന്ത് പറ്റി? ആ ടാർഗറ്റ് തിരിച്ചു വന്നിട്ടില്ല. സോ ഇനി നോക്കേണ്ടത് നമ്മൾ 2 ദിവസം കഴിഞ്ഞു, T+2 ആയി. ഇപ്പം നീ ട്രേഡ് ഡേ പ്ലസ് 2 ഡേയ്സ് ഇപ്പൊ T+2 അപ്പൊ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇനി നോക്കേണ്ടത് ഇനി ആകപ്പെടെ 3 ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ. ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ദിവസത്തിനകത്ത് ഈ 47,684 ടെസ്റ്റ് ചെയ്യുമെങ്കിൽ അത് വാലിഡ് ആയി പോലെ ഇൻവാലിഡ് ആയി മാറും. ഇൻ കേസ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 47,684 എന്ന് പറഞ്ഞത് പ്യുവർ സപ്ലൈ ആണ്. സെല്ലിംഗ് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ നമ്മൾ പറയും, സപ്ലൈ സോൺ ആണ്. സോ യൂഷ്വലി റേ ബാരസ് കണ്ടുപിടിച്ചത് വെച്ചാൽ അയാൾ നോക്കിയ സമയത്ത് അതേം പഴയ ഓപ്ഷൻസ് എല്ലാം നോക്കിയ സമയത്ത് T+5 ഡേയ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നടന്ന സ്ഥലം വീണ്ടും റീടെസ്റ്റ് ചെയ്യും. അതൊരു പ്രോസസ്സാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു? അതും ഒരു ട്രേഡ് സെറ്റപ്പിൽ അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയെ അദ്ദേഹം എന്ത് പറഞ്ഞു? സപ്പോർട്ട് അല്ലെങ്കിൽ ബിഗർ ഏരിയ എന്ന് പറഞ്ഞു. സോ ഇവിടെ ഞാൻ പറഞ്ഞു FA സംഭവിച്ചത് മുകളിലാണ്, അരമണിക്കൂറിന് താഴെ റിവേഴ്സ് ചെയ്തു, തിരിച്ച് എന്ത് ചെയ്തു? വിത്തിൻ 1 hour തന്നെ അത് IB ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. സോ ഒരു ഓപ്ഷൻ മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ചെയ്യാനോ ബ്രേക്ക് പോകുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് പാർട്ടി മാർക്കറ്റിൽ വരികയും അവരെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയും ചെയ്യും. സോ ഇവിടെ താഴെ വരെ ഈ ലെവലിൽ ഇപ്പൊ ഇവിടെ താഴോട്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഇവിടെ നടന്നു എന്ന് പറയാം, ഫെയിൽഡ് ഓപ്ഷൻ ഇവിടെ നടന്നു പറയാം. ഇവിടെ എന്ത് സംഭവിച്ചു? C പീരീഡിൽ മുകളിലോട്ട് പോയി തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. സോ ഫെയിൽഡ് ഓപ്ഷൻ മുകളിൽ സംഭവിച്ചു. സോ ഒരു പ്രൊഫൈലിന്റെ മുകളിൽ ഫെയിൽ ഓപ്ഷൻ സംഭവിക്കുന്നതിനെ നമ്മൾ സെല്ലറിന്റെ സ്ട്രോങ് എന്നും പറയും. ഒരു പ്രൊഫൈൽ അതായത് ഇനിഷ്യൽ ബാലൻസിന്റെ മുകളിലാണെങ്കിൽ അതിനെ സെല്ലർ സ്ട്രോങ് എന്നും പറയും. ഇനിഷ്യൽ ബാലൻസിന്റെ ലോയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബയർ അപ്രോച്ച് ആയെന്നും ഡിമാൻഡ് ക്രിയേറ്റ് ആയെന്നും പറയും. സോ ഈ ഫെയിൽഡ് ഓപ്ഷൻ ഒരു ട്രിക്കി ആയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഒരു 10 പ്രാവശ്യം കയറുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 1 മണിക്കൂറിന്റെ ആദ്യത്തെ 1 മണിക്കൂർ IB, അതിന് മുകളിലോ താഴെയോ ഒരു ട്രേഡ് ഫെയിലിയർ ആവുന്നു, ആ സമയം നടക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ഫെയിലിയർ ആവാൻ 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, ടോട്ടൽ ടൈം IB ലോയ്ക്കോ IB ഹൈക്കോ മുകളിൽ 30 മിനിറ്റിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. 30 മിനിറ്റിനകത്ത് അവ എന്ത് സംഭവിക്കണം? തിരിച്ച് IBയുടെ റേഞ്ചിനകത്ത് വരണം. പിന്നെ എന്ത് ചെയ്യണം? എവിടെയാണ് ഓപ്ഷൻ സംഭവിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലോയിൽ ക്ലോസ് ചെയ്യുകയും വേണം. ഇതിനെ പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. സോ ഇവിടെ C പീരീഡിന് മുകളിൽ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചതുകൊണ്ട് വ്യക്തമായി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്ത് തന്ന ദിവസം? 47,000 ശ്രദ്ധിച്ചു നോക്ക്, 47,011 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ ഡേ, എക്സ്പയറി ഡേ. സോ ഓപ്ഷൻ മുകളിൽ സംഭവിക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ അവൻ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിനാണ് പറയുന്ന പേരാണ് ഫെയിൽഡ് ഓപ്ഷൻ. ബാങ്ക് നിഫ്റ്റി നടന്നു, മുകളിലാണ് നടന്നത്, സെല്ലറാണ് സ്ട്രോങ്, 47,684. ഇതൊരു ലൈവ് എക്സാമ്പിൾ വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ നിങ്ങൾ ഓർത്തോളുക. പിന്നെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ
ട്രേഡിംഗ് നടന്ന ദിവസം +5 T+5 ഈ ഫെയിൽഡ് ഓപ്ഷൻ നടന്ന ഏരിയ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് റിവേഴ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു പ്രോമിനന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആയിട്ട് മാറും. അതായത് നമ്മൾ ഇവിടെ പറയും ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് മാറും, അല്ലെങ്കിൽ സെല്ലർ ഏരിയ അല്ലെങ്കിൽ ബയർ ഏരിയ ആയിട്ട് മാറും. ഇതൊരു ഒരു ഒരു മെത്തേഡാണ്. ഇത് കണ്ടുപിടിച്ചത് റേ ബാരോസ് എന്ന് പറഞ്ഞതാണ്. ഇത് വളരെ റെയർലി ഒക്കറൻസ് മെത്തേഡാണ്. ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കിട്ടിയാലേ ഉള്ളൂ, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാം. സോ അത് റെയർലി ഒക്കറൻസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ 47,684 ഇവിടെ സംഭവിച്ചു, ശ്രദ്ധിച്ചല്ലോ. ഈ ഫെയിൽഡ് അന്ന് വൈകിട്ട് തിരിച്ച് ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കുക ടാർഗറ്റ് 47,110 ആണ്. അന്ന് നമ്മൾ ഈ 380 400 വന്നതിന് ശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് ഒറ്റടി എന്തോ ന്യൂസ് കാരണം ഗ്യാപ്പ് അപ്പ് ചെയ്തു, ഈ സിക്ക് മുകളിൽ ക്ലോസ് ആയെന്ന് വെച്ചോ. സോ ഈ T+1 തന്നെ ആ ഫെയിൽ ഓപ്ഷൻ നടന്ന ഏരിയ ടാർഗറ്റ് കിട്ടാതെ നെഗറ്റ് ചെയ്തു, ടാർഗറ്റ് വരാതെ നെഗറ്റ് ചെയ്തു. എങ്ങനെ? ഫെയിൽഡ് ഓപ്ഷന്റെ ടാർഗറ്റ് ഇവിടെ സംഭവിച്ചു 47,684 സംഭവിച്ചു. 47,110 ടാർഗറ്റ് എങ്കിൽ 47,360 ക്ലോസ് ചെയ്ത മാർക്കറ്റ് പിറ്റേ ദിവസം ന്യൂസ് കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സംഭവിക്കുകയും ഈ സാധനത്തിന് മുകളിൽ ഈ സിക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. സോ കണ്ടീഷൻ അവിടെ എന്താണ്? ടാർഗറ്റ് വന്നില്ല, ഫെയിൽഡ് ഓപ്ഷന്റെ FA - ATR ടാർഗറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഫെയിൽഡ് ഓപ്ഷൻസ് ആയ നെഗേറ്റ് ചെയ്ത ടാർഗറ്റും വരും. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിന്റെ ഓപ്ഷൻ ഒരു സാധനം ഫെയിലിയർ ആവുന്നതിന് അർത്ഥം ആ ഫെയിലിയർ ഓപ്ഷൻ തന്നെ ഫെയിലിയർ ആവും. അത് ഫെയിലിയർ ആവുന്ന അർത്ഥം ടാർഗറ്റ് കിട്ടിയില്ല. ഒരു സാധനം ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റ് കിട്ടാത്ത എന്തിനേയും ഫെയിൽ എന്ന് പറയും. നമുക്ക് ബെനിഫിറ്റ് കിട്ടാത്ത എല്ലാം ഫെയിൽഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പ്രോഫിറ്റ് കിട്ടാത്ത എല്ലാ ലോസിൽ പോകുന്നു എന്ന് പറയാൻ പോലെ ഫെയിൽഡ് ആയി നടക്കുന്ന സാധനത്തിനും ഫെയിൽ കിടക്കാം. അങ്ങനെ നടക്കുമ്പോൾ അതിന്റെ ATR ടാർഗറ്റ് മുകളിലോട്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമ്മളത് പ്രാക്ടിക്കലായി നമ്മൾ പഠിക്കുന്നു. ഇതിനെക്കുറിച്ച് ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ വരുന്നതിനെ കുറിച്ച് പഠിക്കും. കുറച്ച് ബേസിക്സ് കഴിഞ്ഞ് നമ്മൾ അഡ്വാൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ അഡ്വാൻസിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഈ ട്രേഡ് എങ്ങനെ എടുക്കണം, എന്ത് സെറ്റപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ മാർക്കറ്റ് പ്രൊഫൈൽ റൂംസിൽ നമുക്ക് നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൂടാ. ഫെയിൽഡ് ഓപ്ഷൻ ഇപ്പൊ ചിലർ ചോദിച്ചു എന്തുവാണ് സിംഗിൾ പ്രിന്റ് ഒന്ന് കാണാൻ പറ്റുമോ ക്യാൻഡിൽ സ്റ്റിക്കിലെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സിംഗിൾ പ്രിന്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് സിംഗിൾ പ്രിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ പ്രൊഫൈല് കണ്ടായിരുന്നോ? ഞാൻ വെച്ച്, അതായത് 11/3 സിംഗിൾ പ്രിന്റ് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഒരു പ്രൊഫൈലിനകത്ത് 2 ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു, ഇവിടെ നടന്നു. ഇതിനകത്ത് ഒരു എന്ന് പറഞ്ഞ ലെറ്റർ 1 2 3 4, ഈയുടെ അപ്പുറത്ത് F ഇല്ല G ഇല്ല. സോ എന്ന് പറഞ്ഞ ലെറ്ററിനകത്ത് 4 ലെറ്റർ നടന്നത് കൊണ്ടാണ് ഇതൊരു സിംഗിൾ പ്രിന്റ് എന്ന് പറയും. ശ്രദ്ധിച്ചാൽ സിംഗിൾ പ്രിന്റ് സിംഗിൾ ആയി നടന്ന ലെറ്റർ വേറെ എന്താണ് സിംഗിൾ പ്രിന്റ്. ഈ എക്സസ് എന്ന് ഞാൻ പറഞ്ഞാൽ 1 2 ടിക്ക് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പ്രൊഫൈലിന്റെ മുകളിൽ ഇപ്പൊ ശ്രദ്ധിച്ചാൽ ഇതൊരു എക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 ടിക്ക് നടന്നു, എന്നാലും നമ്മൾ ഇതിനെ എക്സസ് എന്ന് പറയാം. ഒരു പ്രൊഫൈൽ അത് എൻഡ് ഓഫ് ആൻ ഓപ്ഷൻ, എക്സസ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ആൻ ഓപ്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞതിൽ പുവർ ഹൈ പുവർ ലോ, അത് ഞാൻ വളരെ റെയർലി ഒക്കറൻസ് ആണ്. അത് നിഫ്റ്റിയിലെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചത്. നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയില് ഈ 12-ാം തീയതി, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വേണ്ടേ ഈ 12/3 മാർച്ച് 12-നകത്ത് ബിയും സിയും ഒരേ ടൈപ്പിൽ വന്നു. ബി ഈസിക്കൽ ടു സി, അത് നമ്മൾ പറയും ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ്. സോ ബി ഈസിക്കൽ ടു സി വന്നു. ഇതൊരു പുവർ ഹൈ നടന്ന ഏരിയ ആണ്. സോ താഴെ വരാണെങ്കിൽ പുവർ ലോ. സോ ഇത്രയും ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് നിങ്ങൾ ആ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ എടുത്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കണ്ടോ സിംഗിൾ പ്രിന്റ് ഈ പ്രൊഫൈലില് 6-ാം തീയതിയുള്ള മാർച്ചിൽ J22/467 തൊട്ട് 22/511 സമയം വരെ എന്ത് പറ്റി? സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ആ സിംഗിൾ പ്രിന്റ് കിട്ടിയത് പിറ്റേ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റ് വന്ന് ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നു. കണ്ട T+2 ഇത് രണ്ടാമത്തെ ദിവസം വന്ന് തിരിച്ച് വീണ്ടും ആ ഭാഗത്ത് പ്രൊഫൈൽ ഫില്ലാക്കി. സോ ഇതൊക്കെ ഇതെല്ലാം ട്രേഡ് സെറ്റപ്പ് ആണ്. ഇതൊരു എക്സാമ്പിൾ പലതും ചോദിച്ച സ്ഥിതിക്ക് അതും ഞാൻ കാണിച്ചു തരികയാണ് ചെയ്തത്. ആ ദിവസത്തെ ഓപ്ഷൻ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ വീണ്ടും കേൾക്കുക. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിശദമായി ഒന്നുകൂടി വീഡിയോ കണ്ട് ഒന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ ഇനി എങ്ങോട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഡേ ടൈപ്സ്, എങ്ങനെയാണ് ഓപ്പൺ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങും.
അപ്പൊ അതിനു മുമ്പേ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഡിനോമിനേഷൻ, എന്തൊക്കെയാണ് IB, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ഓരോ ദിവസത്തെ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് വ്യക്തമായി പഠിക്കണം. പഠിച്ച് നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയുടെ അവസാനത്തെ പോർഷനായ രണ്ട് ചെറിയ കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബേസിക്സിന്റെ ഒരു സീരീസ് ഇന്നത്തോടു കൂടി കഴിയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് അവസാനത്തെ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഏതിന്റെ ബേസിക്സിന്റെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പൊ ഇത് നമ്മൾ പറയാൻ പോകുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഈ മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ വന്നു, ബെൽ കർവ് എന്താണ്, ഓപ്ഷൻ എന്താണ് പഠിച്ചു, നമ്മൾ എന്താണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറിയെ കുറിച്ച് പഠിച്ചു, ബേസിക്സ് പഠിച്ചു, ലെറ്റേഴ്സ്, ഇനിഷ്യൽ ബാലൻസ് പഠിച്ചു, പോയിന്റ് ഓഫ് കൺട്രോൾ പഠിച്ചു, വാല്യൂ ഏരിയ പഠിച്ചു, സിംഗിൾ പ്രിന്റ് പഠിച്ചു, എക്സസ് പഠിച്ചു, പുവർ ഹൈ പുവർ ലോ പഠിച്ചു, നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഫെയിൽഡ് ഓപ്ഷൻ വരെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സ്പൈക്കും ആൻഡ് അതിന്റെ റൂളും. എന്താണ് സ്പൈക്ക് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ഈ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മാർക്കറ്റ് കാലത്ത് തൊട്ട് ഏകദേശം 2:45 വരെ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ നിന്ന് കളിച്ചിട്ട് അന്ന് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരാൻ കാണും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അന്ന് വൈകിട്ട് ഫെഡറൽ റിസർവിന്റെ എന്തെങ്കിലും മീറ്റിങ്ങോ, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലേഷന്റെ മീറ്റിങ്ങോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും RBIയുടെ മീറ്റിങ്ങോ, എന്തിലെങ്കിലും ഒരു ഇൻസൈഡർ ന്യൂസ് വരാൻ പോണ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടി 2:45 ശേഷം ഒന്നുകിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ആ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ആവും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച ഈ റൈറ്റ് സൈഡ് ഒരു ഗ്രാഫ് വെച്ചിരിക്കുന്നുണ്ട്, പഴയ ഒരു ചാർട്ടാണ്. A പീരീഡിന്റെയും ബിയുടെയും വന്നതിന് ശേഷം മാർക്കറ്റ് ഏകദേശം K പീരീഡ് വരെ 2:45 വരെ ഈ ഒരു റേഞ്ച് 8650 8550 റേഞ്ചിൽ കിടന്ന് കളിച്ചിട്ട് ഒറ്റ അടിക്ക് 2:45 ശേഷം L പീരീഡിലും M പീരീഡിലും പുതിയ ലോ വന്നു, ഒരു ഡൗൺ സൈഡ് ഒരു സ്പൈക്ക് വന്നു. ഇതേപോലെ തന്നെ മുകളിലോട്ടും വരാം. സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൂവ്മെന്റ് ഇൻ L ആൻഡ് M പീരീഡിലാണ് സ്പൈക്ക്. പക്ഷെ അതിന് സ്പൈക്ക് ആവുന്ന എന്താണ്, അതായത് നമ്മുടെ ഈ റേഞ്ച് തന്നെ, നമ്മുടെ ഈ മൗസ് പോകുന്ന ഈ റേഞ്ചിൽ തന്നെയാണോ അത് മൂവ് ചെയ്തിട്ടുണ്ടാ എങ്കിൽ നമ്മൾ അതിനെ സ്പൈക്ക് എന്ന് പറയില്ല, ഈ റേഞ്ച് തന്നെ. പകരം ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് പുതിയ സിംഗിൾ പ്രിന്റ് വരണം. ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്, എല്ലിൽ സിംഗിൾ പ്രിന്റ് ഉണ്ട്. അതായത് ആ പർട്ടിക്കുലർ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ഓപ്ഷൻ മുകളിലോട്ടോ താഴോട്ടോ പോണം. ആ L പീരീഡിലും M പീരീഡിലും ഉണ്ടാകുന്ന ട്രേഡിന്റെ ഏതൊക്കെ സ്ഥലത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ K വരെ നടക്കാൻ പാടില്ല. മനസ്സിലായി നിങ്ങൾ പറഞ്ഞു. അപ്പൊ മൂവ്മെന്റിന് L ആൻഡ് M പീരീഡ് ഈസ് കാൾഡ് സ്പൈക്ക്. അത് എപ്പോഴേ സംഭവിക്കാൻ പാടുള്ളൂ, ഫ്രഷ് ലോയോ ഫ്രഷ് ഹൈയോ ഏതാണ്, മാർക്കറ്റ് K 2:45 വരെ പുതിയ ലോയും പുതിയ ഹൈയും ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. സപ്പോസ് മാർക്കറ്റിന്റെ 10 വരെ നമ്മൾ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പൊ 10-ന് ശേഷം 11 തൊട്ട് 13 വരെ Lലും M-ലും ഉണ്ടായി. അപ്പൊ ഈ 11 തൊട്ട് 13 വരെയുള്ള ഈ പീരീഡിനെ പറയുന്ന പേരാണ് സ്പൈക്ക് എന്ന് പറയുന്നത്. സ്പൈക്ക് ചെയ്യുക, ഒരു സാധനം സ്പൈക്ക് ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണ് ഈ സ്പൈക്ക് റൂൾ എന്ന് പറഞ്ഞത്. അതായത് സ്പൈക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റഷ് ആണ്. എന്താണ്, which can happen due to some news or any info can turn the table. അതായത് നമുക്ക് എന്തെങ്കിലും ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടിക്കാണാം, ഈ പർട്ടിക്കുലർ പാർട്ടിക്ക് വരുന്നവർക്ക് അവർ വിചാരിച്ചിരുന്ന മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോകുമെന്ന് വിചാരിച്ച് അവർ ആ സമയത്ത് ടേബിൾ ചെയ്യും. ഈ സ്പൈക്കിന്റെ ഏരിയ, അതായത് ഇത്രയും സ്പൈക്ക് സംഭവിച്ച ഈ ഏരിയ പിറ്റേ ദിവസം നമുക്ക് വാച്ച് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് മോർണിംഗില് നമ്മൾ ഈ സ്പൈക്ക് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കണം. മാർക്കറ്റ് വരുമെങ്കിൽ സ്പൈക്കിന്റെ ലോ അല്ലെങ്കിൽ സ്പൈക്കിന്റെ ഹൈയിൽ എങ്ങനെ ട്രേഡബിൾ ചെയ്യുന്നു നമ്മൾ നോക്കണം. ഇതിനെ നമ്മൾ പറയും സ്പൈക്ക് ഏരിയ അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് സ്പൈക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സ്പൈക്കിനെ അക്സെപ്റ്റൻസ് ചെയ്യുന്നത് കൊണ്ട് ആ ഏരിയയെ നമ്മൾ വാച്ച് ചെയ്ത് മാത്രമേ പിറ്റേ ദിവസം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. സോ നമ്മൾ സംബന്ധിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8580 തൊട്ട് 8500 വരെയുള്ള 80 പോയിന്റ് ഒരു സ്പൈക്ക് ഏരിയ ആണ്. സോ നമ്മൾ നോക്കേണ്ട, മാർക്കറ്റ് തിരിച്ച് കയറി വന്ന് ഈ 8580 എത്തുമ്പം അവിടെ വീണ്ടും റിജക്ഷൻ നടക്കുന്നു എന്ന് നോക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ നോക്കിക്കോ, 8650 തൊട്ട് 8710 വരെ മുകളിലോട്ട് പോയി വെച്ചു, അപ്പർ സ്പൈക്ക് ഒന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ 8650 തൊട്ട് 8710 വരെയുള്ള റേഞ്ചിൽ എങ്ങനെ ട്രേഡ് ചെയ്യുന്നതായിരിക്കണം. ആ ലോയോ ഹൈയോ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോവുമെങ്കിൽ അതൊരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്റ്റന്റ് ഏരിയ ആണ്. അത് വെച്ച് നമുക്കൊരു ട്രേഡ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓരോ സെറ്റപ്പിനും ട്രേഡ് ഉണ്ട്. സ്പൈക്ക് എന്ന് പറഞ്ഞ എന്താണ്, സ്പൈക്ക് ഹൈയും ആൻഡ് ലോയും ഇമ്പോർട്ടന്റ് ആണ് വെരി നെക്സ്റ്റ് ഡേയില്. സോ നമ്മൾ ഒന്നുകൂടെ പറയാം, സ്പൈക്ക് എന്ന് പറഞ്ഞാൽ
കെ പീരീഡ് വരെ മാർക്കറ്റ് ഒരു റേഞ്ച് കിടന്ന് കളിച്ചതിന് ശേഷം എൽ പീരീഡിലും എമ്മും എൽ എന്ന് പറഞ്ഞാൽ 2.25 തൊട്ട് 3.25, എം എന്ന് പറഞ്ഞാൽ 3.25 തൊട്ട് 3 രൂപയുടെ ഈ വരുന്ന 3/4 മണിക്കൂറിനകത്ത് പുതിയ ഹൈ അല്ലാതെ ഈ കെ പീരീഡിനകത്ത് വരാൻ പാടില്ല. പുതിയ ഹൈയോ പുതിയ ലോയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയ പറഞ്ഞപ്പോഴാണ് സ്പൈക്ക്. ഈ സ്പൈക്ക് ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു ന്യൂസ് മാർക്കറ്റ് ഇൻസൈഡർ ആയിട്ട് മാർക്കറ്റ് പ്ലേയേഴ്സിന് കിട്ടിക്കാണും. അതിന്റെ ബേസ് ചെയ്ത് അവർക്ക് നാളെ മാർക്കറ്റ് ചിലപ്പം മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടോ, ഇല്ലെങ്കിൽ ഒരു അവസാന നിമിഷം ഒരു ഹറി ബറിയായിട്ട് ഒരു പൊസിഷൻ എടുത്തിട്ട് പോയി അത് നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന രീതിയെ പറഞ്ഞിട്ടാണ് സ്പൈക്ക് ഓപ്ഷൻ എന്ന് പറയും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എന്തെങ്കിലും ന്യൂസ് അവർക്ക് കിട്ടിക്കാണും. നമുക്ക് കിട്ടാത്ത പല ന്യൂസുകൾ കിട്ടുമല്ലോ, വലിയ വലിയ പ്രൊപ്പറേറ്റ് ട്രേഡേഴ്സിനും FISനും എല്ലാത്തിനും നമുക്ക് കിട്ടാത്ത ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് മുഖേന ഉണ്ടാവുന്നതിന് മുമ്പ് കുറച്ച് വൈകിട്ട് വരെ ഇൻഫ്ലേഷൻ ഡേറ്റ വരാൻ നല്ല ഉഗ്ര പോസിറ്റീവ് ആണ്. ആ സമയത്ത് ചിലപ്പോൾ അത് ഇൻസൈഡ് ന്യൂസ് ആൾക്കാർക്ക് കിട്ടും. ആ സമയത്ത് അവരെന്ത് ചെയ്യും, ഈ കെ കാട്ടി മുകളിൽ എല്ലിന്റെ ഹൈ വരും, എല്ലിനെ കാട്ടി മുകളിൽ എമ്മിനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലിന്റെ അകത്ത് തന്നെ എം കിടക്കും. പക്ഷെ എല്ല് തൊട്ട് ആ ഒരു എല്ലിൽ എമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ആ ഏരിയ പറയുന്ന പേരാണ് സ്പൈക്ക്. അതല്ലാതെ ഇതിനകത്ത് തന്നെ നടക്കുകയാണെങ്കിൽ അതിന് സ്പൈക്ക് എന്ന് പറയില്ല, ബാലൻസ് എന്ന് പറയുള്ളൂ. സ്പൈക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ഹൈയോ പുതിയ ലോയോ ഉണ്ടാവുക എപ്പം എല്ലിലും എമ്മിലും. ഇതിനെ പറഞ്ഞ പേരാണ് സ്പൈക്ക് എന്ന്. ഇതിന്റെ ഹൈയും ലോയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ അക്സെപ്റ്റൻസ് എങ്ങനെ നടക്കുന്നു നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ വരാൻ 3 ആഴ്ചകളിൽ സ്പൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ചുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനത് വ്യക്തമായ വീഡിയോയിൽ പറഞ്ഞുതരാം അത് എങ്ങനെ അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം സ്പൈക്ക്, അപ്പൊ എന്താണ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിന് എം പീരിയഡ് കാണുന്നതാണ്. ആ എല്ലിലും എമ്മിലും ഉണ്ടാകുന്ന പുതിയ ഹൈയോ പുതിയ ലോയോ സ്പൈക്ക് എന്ന് പറയും. സ്പൈക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലെ റഷ് ആണ്. എങ്ങനെയാണ്, വിച്ച് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു സം ന്യൂസ്. അത് എന്തെങ്കിലും ന്യൂസിന്റെ പുറത്തിൽ ഉണ്ടാകുന്ന ഒരു റഷ്, അയ്യോ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരെയാണെങ്കിൽ എനിക്ക് പോസ്റ്റ് എടുക്കാൻ പറ്റില്ലെന്ന് FISO അല്ല ഈ ന്യൂസ് കിട്ടുന്ന ടീം വിചാരിച്ചാണ്. അങ്ങനെയാണ് അവർ ഈ പോസ്റ്റ് എടുക്കുന്നത്. അടുത്തത് ഇതിന്റെ അടുത്ത പിറ്റേ ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിന്റെ ഈ സ്പൈക്കിന്റെ ഹൈക്കും ലോയ്ക്കും ഇടയ്ക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് പിറ്റേ ദിവസം നമുക്ക് അറിയാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഈ റിജക്ഷൻ നടക്കുമെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യൂല. അത് മാത്രം നിങ്ങൾ ഓർത്തോളുക. പിന്നെ നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു ജാഗ്രൻസ് ഉണ്ട്. ഈ ബേസിക് ആയിട്ട് ജാഗ്രൻസ് ആണ് റേഞ്ച് എക്സ്റ്റൻഷൻ, ബാലൻസ്, ഇംബാലൻസ്, OTF, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. കുറെ വാക്കുകൾ ബേസിക് അല്ല. അപ്പം അതൊന്ന് പറയാൻ വേണ്ടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഞാൻ യൂസ് ചെയ്തത്. റേഞ്ച് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആദ്യത്തെ 1 മണിക്കൂറിലെ ഐ ബി പീരീഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ പോയി ടാർഗറ്റ് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് റേഞ്ച് എക്സ്റ്റൻഷൻ. അറിയാലോ, ആദ്യത്തെ 1 മണിക്കൂറിന്റെ മുകളിലോട്ടോ താഴോട്ടോ പോയി പുതിയ ഹൈയും പുതിയ ലോയും ഉണ്ടാക്കി റേഞ്ച് എക്സ്റ്റൻഷൻ നടന്ന് ടാർഗറ്റ് കിട്ടുന്നതിനെ പറഞ്ഞപ്പോഴാണ് റേഞ്ച് എക്സ്റ്റൻഷൻ എന്ന് പറയും. റേഞ്ച് എക്സ്റ്റൻഷൻ ക്യാൻ ഡു രണ്ട് തരത്തിലാണ്, ഒന്നുകിൽ അത് ഫെയിൽ ആവാം അല്ലെങ്കിൽ സക്സസ് ആവാം. ക്ലിയർ? ഇതിനെ ഫസ്റ്റ് 1 അവറിന്റെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനെ പറഞ്ഞ റേഞ്ച് എക്സ്റ്റൻഷൻ. ദിസ് വിൽ ഡിറ്റർമിൻ ദി സ്ട്രക്ചർ ഓഫ് ദ ഡേ. അത് സക്സസ് ആകുമെങ്കിൽ ട്രെൻഡ് ഡേ ഓർ നല്ല ഡേ, നമുക്ക് ആ ഡേയ്സ് നല്ല സക്സസ്ഫുൾ ഡേ ആയിരിക്കും. അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, അങ്ങനെയൊക്കെ നടക്കുക. അപ്പൊ ആ എക്സ്റ്റൻഷനാണ് ആ പർട്ടിക്കുലർ ദിവസം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്തത് ഈ പ്രൈസ് ഒരു ബാലൻസ് ഏരിയയിൽ, നമ്മളൊരു ബെൽ കർവ് പറഞ്ഞല്ലോ, പ്രൈസ് ഒരു പ്രത്യേക റേഞ്ചിൽ കിടന്ന് കളിച്ച് ഒരു തിക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ബെൽ കർവ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ പറഞ്ഞ പേരാണ് ബാലൻസ് എന്ന്. ഈ ബാലൻസ് എന്ന് പറയുന്നതാണ് ഒരു ഗുഡ് മൂവ് വരുന്നില്ല. അപ്പൊ അതേ മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ കിടന്നില്ല, ഒരു മൂവ്മെന്റ് റേഞ്ച് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ ബാങ്ക് നിഫ്റ്റി എത്രയാണ്, 47,000, 46,000, 47,000, 46,000 ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ 5-6 ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ ആ ഒരു റേഞ്ചിനെ പറഞ്ഞപ്പോഴാണ് ബാലൻസ് ഏരിയ. ഈ ബാലൻസ് ഏരിയ എന്താണ് പറയുന്നത്, നമുക്ക് അവിടെ ഡിമാൻഡും ഹൈ സപ്ലൈ ഇല്ല, പ്യുവർലി റീറ്റെയിൽ പ്ലേ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാത്തെന്ന് പറയും. അടുത്തത് ഇംബാലൻസ് എന്താണ്, ബാലൻസിൽ നിന്നും മാർക്കറ്റ് ഒരു ഹയർ ഡിമാൻഡോ സപ്ലൈയോ വന്ന് ഒരു ട്രെൻഡ് ഡേയോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ നടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിനെ പറയുന്ന പേരാണ് ഇംബാലൻസ് ഡേ. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യാറുള്ളൂ, ബാലൻസ് ടു ഇംബാലൻസ്, ഇംബാലൻസ് ടു ബാലൻസ്, ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ. സോ ഇത് ബേസിക് ആണ്. അടുത്ത OTF എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും, OTF എന്നൊക്കെ പറയും, OTF ഈസ് ഗുഡ്. OTF എന്ന് പറഞ്ഞാൽ 1 ടൈം ഫ്രെയിം, അത് ബയറും ആകാം സെല്ലറും ആകാം. 1 ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിവസം നമ്മുടെ ട്രെൻഡ് ഡേ ആണ്. അതാണ് മാർക്കറ്റ് ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്ത് അപ്പർ സ്ഥലത്ത് അവസാനിക്കും. ആ ദിവസങ്ങൾ നമ്മൾ ട്രെൻഡ് ഡേ എന്ന് പറയും. OTFന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് നടക്കും, കയറിപ്പോണ മാർക്കറ്റ് ആണെങ്കിൽ ഹയർ ഹൈയും ഹയർ ലോയും ഉണ്ടാവും. അറിയാലോ, ഓരോ ക്യാൻഡിലിന്റെ മുകളിൽ അങ്ങനെ ഓരോ ക്യാൻഡിൽ നടന്നു പോകും.
തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ലോവർ ലോയും ലോവർ ഹൈയും ഉണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ട്രെൻഡിന്റെ ഡൗൺ ആണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ട്രെൻഡ് ഡേയ്സിൽ നമുക്ക് OTF അഥവാ വൺ ടൈം ഫ്രെയിം ബയറോ അല്ലെങ്കിൽ സെല്ലറോ ഇവരെ പ്രസൻസ് എടുത്താം. ഒന്നുകൂടെ എന്താണ്, അതായത് റേഞ്ച് എക്സ്റ്റൻഷൻ ബ്രേക്ക്ഔട്ട് ആദ്യത്തെ 1 മണിക്കൂറിന് മുകളിലോ താഴോട്ട് ബ്രേക്ക്ഔട്ട് നടക്കുന്നതിനെ പറഞ്ഞ പേരാണ് റേഞ്ച് എക്സ്റ്റൻഷൻ. ഈ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ് ആ പർട്ടിക്കുലർ ദിവസം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞ ആ ഒരു സ്ട്രെങ്ത് ഓഫ് ദ ഡേ ഡിസൈൻ ചെയ്യുന്നത് ഈ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ്. പിന്നെ പറഞ്ഞത് ബാലൻസ്. ബാലൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മളെ ബാങ്ക് നിഫ്റ്റി 46,000 തൊട്ട് 47,000 വരെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറയും ബാലൻസ് ഫോർമേഷൻ ആണ്. 1000 പോയിന്റിനകത്ത് ബാക്ക് മാർക്കറ്റ് 1000 പോയിന്റ് ബാലൻസ് ഉണ്ടാക്കാം, 2000 പോയിന്റ് ഉണ്ടാക്കാം, 500 പോയിന്റ് ഉണ്ടാക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പോയിന്റ് ഒരു പർട്ടിക്കുലർ ഏരിയ കിടന്ന് മാർക്കറ്റ് കുറെ ദിവസം കളിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ബാലൻസ് ഏരിയ. അവിടെ നമുക്ക് ഒന്ന് കാണുന്ന സ്ട്രോങ് ഡിമാൻഡ്, ഒന്നുകിൽ രണ്ട് തരത്തിൽ പറയാം, രണ്ട് സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട്, സ്ട്രോങ് സപ്ലൈ ഉണ്ട്. അപ്പൊ രണ്ടു തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ. അല്ലെങ്കിൽ പറയുന്നതാണ് ഡിമാൻഡും ഇല്ല സപ്ലൈ ഇല്ല, മാർക്കറ്റ് ഒരു വല്ലാത്തൊരു വൃത്തിയായിട്ട മാർക്കറ്റ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഈ ബാലൻസിൽ നിന്ന് ഒരു മൂവ്മെന്റ് വരുന്നതിനെ പറയുന്ന പേരാണ് ഇംബാലൻസ്. ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഡേ അല്ലെങ്കിൽ നോർമൽ വേരിയേഷൻ, അപ്പ് ഡേ, വലിയ ബിഗ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, ഇങ്ങനെയൊക്കെ എല്ലാ ദിവസത്തെയും നമ്മൾ ബാലൻസ് ഇംബാലൻസ് പറയും. അതായത് നമുക്ക് മൂവ് കിട്ടി ടാർഗറ്റ് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഇംബാലൻസ് ഡേ. അതായത് അടുത്ത OTF എന്ന് പറഞ്ഞാൽ ഓൺ ടൈം ഫ്രെയിം. അതായത് ഒരു ടൈമിൽ ഒരു പ്ലെയർ, അതായത് നമ്മൾ ഒരു ലെറ്റർ മാത്രമേ കാണുള്ളൂ. അടുത്ത ഇപ്പൊ ഒരു പ്രൈസിന് അല്ല, ഇപ്പൊ 100 തൊട്ട് 110, അപ്പൊ 102 വരെ A, 102 തൊട്ട് 104 B, 104 106 C, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് വൺ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അത് അർത്ഥം എന്താണ്? ബിഗർ പ്ലെയറിന്റെ പ്രസൻസ് ഉണ്ട്. അത് ബയറോ ആവാം സെല്ലറോ. താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ സെല്ലർ, മുകളിലോട്ട് കയറി പോകണമെങ്കിൽ ബയർ. ഇതെന്ന് വെച്ചാൽ ഇത് ട്രെൻഡ് ഡേയെ കുറിക്കുന്നു. ട്രെൻഡ് ഡേ അല്ലെങ്കിൽ നമുക്ക് ആ ദിവസങ്ങളിൽ കിടിലൻ മാർക്കറ്റ് ആയിരിക്കും, ഇങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം ഈ മാർക്കറ്റ് പഠിച്ചു, സ്പൈക്കിന്റെ റൂളും, അത് കഴിഞ്ഞ് റേഞ്ച് എക്സ്റ്റൻഷൻസ്, ബാലൻസ്, ഇംബാലൻസ്, OTF, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓപ്പൺ ടൈപ്പ്. ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്നത് എന്ത് ടൈപ്പിന്, ആ ഓപ്പൺ ടൈപ്പിന് ഒരു പ്രത്യേക പേരുണ്ട്, അത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് ആ ഓപ്പൺ ടൈപ്പിനെ വച്ച് ഡേ ടൈപ്പ് ഉണ്ട്, ഡേ വച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. സോ ഇതൊരു ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നടക്കുകയാണ്. സോ നമ്മൾ 5 വീഡിയോയിൽ കൂടെയാണ് മാർക്കറ്റ് പ്രൊഫൈലിലെ ബേസിക് സ്ട്രക്ചർ എടുത്തത്. അറിയാലോ, ഇത്രയും ബേസിക് സ്ട്രക്ചർ നിങ്ങളൊരു പരമാവധി ഒരു 10 പ്രാവശ്യങ്ങൾ നിങ്ങൾ കേൾക്കുക, കാണുക, എഴുതി വെക്കുക. നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പതിയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ വീഡിയോസ് ആയ കുറച്ച് അഡ്വാൻസിലേക്ക്, കുറച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബേസിക് പഠിച്ചു, ഒരു കുറച്ച് അഡ്വാൻസിലേക്ക് നമുക്ക് പോകാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കോ, നിങ്ങളുടെ ഫ്രണ്ട്സിനോ, ട്രേഡിംഗ് ഫ്രണ്ട്സിനോ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോസ്, ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് പറയുക ഇത് കൊള്ളാമെങ്കിൽ നിങ്ങളിത് പഠിക്കുക. നല്ല നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾ അയക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുന്നതിന്റെ പരമാവധിയുള്ള അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടേതായ ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു.